Ashik. Okay. Started. Okay. Happy morning all. Very welcome to the wonderful session, the High Flyers Meet. High Flyers Meet എന്ന ഈ ഒരു മീറ്റിംഗിലേക്ക് എല്ലാ SPG ലീഡേഴ്സ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും സ്വാഗതം. നമുക്കറിയാം ഓരോ സുപ്രഭാതങ്ങളിലും വളരെ നേരത്തെ തന്നെ നമുക്ക് റീഗ എന്ന പേരിലും അതുപോലെ തന്നെ ഹൈ ഫ്ലയേഴ്സ് എന്ന പേരിലും ഒക്കെ തന്നെ നമുക്ക് SPG ഒരുക്കി തരുന്ന ഈ ഒരു പ്ലാറ്റ്ഫോമാണ് ഓരോ ദിവസത്തെയും നമ്മളുടെ എനർജി എന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും അറിയാം. ഓരോ ദിവസവും തുടക്കം ഗംഭീരമാണെങ്കിൽ ഒടുക്കം അത് ഗംഭീരമാവും എന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇതുപോലുള്ള ഓരോ പ്ലാറ്റ്ഫോമുകളും അത് രാവിലെ തന്നെ നമുക്ക് മോട്ടിവേഷനായും അതുപോലെ തന്നെ ട്രെയിനിങ് ആയും അതുപോലെ പല ട്രെയിനിങ്ങുകളിലൂടെയും നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി SPG ഒരുക്കിയിട്ടുള്ളത്. അതിനായി തന്നെ നമുക്ക് ഇതുപോലുള്ള പല അവസരങ്ങളും ഒരുക്കി തരുന്ന നമ്മളുടെ വില്ലേഴ്സ് ആയിട്ടുള്ള നമ്മളുടെ ലീഡേഴ്സ് ആയിട്ടുള്ള ഗ്രേറ്റ് ഫൗണ്ടേഴ്സ് നമ്മളുടെ മനോജ് കുമാർ സാർ അതുപോലെ തന്നെ ലതാ മേഡത്തിനും ആദ്യം തന്നെ നമ്മൾ നന്ദി പറയേണ്ടത്. കാരണം എന്തെന്ന് വെച്ചാൽ ഈ രണ്ടുപേരും തീരുമാനമെടുത്ത സമയത്ത് അവരുടെ രണ്ടുപേരുടെയും മാത്രമല്ല ആയിരങ്ങളുടെ പതിനായിരങ്ങളുടെ ഹെൽത്ത് അതുപോലെ തന്നെ വെൽത്ത് എന്നതാണ് ഇന്ന് സേഫ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ആദ്യം തന്നെ അവരെ ഒന്ന് ഹാറ്റ്സ് ഓഫ് ചെയ്തുകൊണ്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യും. എന്റെ പേര് ആഷിഖ് എന്നാണ്. ഞാൻ മലപ്പുറം വേങ്ങരയിൽ നിന്നാണ് വരുന്നത്. ഈ ഒരു ഓപ്പർച്യൂണിറ്റിയുമായിട്ട് ഞാൻ അസോസിയേറ്റ് ചെയ്തിട്ട് ഏകദേശം 1 വർഷത്തോളമായി. ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡന്റ് ആയിരുന്നു. ഇന്ന് ഈ ഒരു അവസരത്തെ ആദ്യം പാർട്ട് ടൈം ആയും ഇന്ന് ഫുൾ ടൈം ആയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അത്യാവശ്യം നല്ല രൂപത്തിൽ തന്നെ ബിസിനസ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇന്ന് നമുക്കറിയാം ഈ ഒരു ഹൈ ഫ്ലയേഴ്സ് മീറ്റ് ഇന്ന് ഇവിടെ സംസാരിക്കാൻ പോകുന്ന വ്യക്തി നമുക്ക് എല്ലാവർക്കും തന്നെ സുപരിചിതനായിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ്. അദ്ദേഹത്തെ കുറിച്ച് പറയുന്ന സമയത്ത് വളരെ എന്താ പറയാ ഒരു ഇന്റർനാഷണൽ ലെവലിലുള്ള ബിസിനസ് ട്രെയിനിങ് അതുപോലെ തന്നെ മോട്ടിവേഷൻ ട്രെയിനിങ് അങ്ങനെ 24ഓളം മേഖലകൾ കൺട്രോൾ ചെയ്തിരുന്ന ഒരു വ്യക്തി എന്തുകൊണ്ട് അതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഈ ഒരു മേഖലയിൽ വന്ന് ഇത് ഏറ്റെടുത്ത് ചെയ്യുന്നു എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ അറിവോ കഴിവോ ഒരിക്കലും തന്നെ ഏതാനും കുറച്ച് പേരുകളിൽ ഉപയോഗപ്പെടുത്തേണ്ടതല്ല. അത് ഒരു ലോകത്തിന് മൊത്തം കൊടുക്കേണ്ട ഒന്ന് തന്നെയാണ് എന്ന് തിരിച്ചറിവും. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ അറിവിനേക്കാൾ വലുതാണ് ഈ ഒരു ബിസിനസിന്റെ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഫൈനാൻഷ്യൽ ഫ്രീഡം എന്ന കാര്യം എന്നുള്ള ഒരു തിരിച്ചറിവും കൂടെയാണ് ഇന്ന് അദ്ദേഹത്തെ ഈ ഒരു ബിസിനസ്സുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ പ്രേരിപ്പിച്ചിട്ടുള്ളത്. ആയതിനാൽ കൊണ്ടൊക്കെ തന്നെ അതെല്ലാം കൊണ്ട് രാജിവെച്ച് ഇന്ന് ഈ ഒരു ബിസിനസ് സീരിയസ് ആയിട്ട് എടുത്തപ്പോൾ ഇന്ന് SPGയിലെ തന്നെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ കൺട്രോൾ ചെയ്യുന്ന ഒരു RTC ലീഡറായിട്ട് വളർന്നു വരാൻ അദ്ദേഹത്തിന് സാധിച്ചു. അതുപോലെ തന്നെ ഒരുപാട് പേരെ അതിലോട്ട് മാറ്റാനും വേണ്ടി അദ്ദേഹത്തിന് സാധിച്ചു. അപ്പൊ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ആ ഒരു വ്യക്തി നമുക്ക് എല്ലാവർക്കും തന്നെ അറിയുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ കഴിവും അദ്ദേഹത്തിന്റെ അറിവും എന്നുള്ളത് നമ്മളുടെ SPGയിലെ തന്നെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാക്കി മാറ്റാൻ നമുക്ക് സാധിച്ച ഒരു വ്യക്തി കൂടെയാണ്. അപ്പൊ ഞാൻ കൂടുതലായിട്ടൊന്നും ഞാൻ എന്ത് ചെയ്യുന്നില്ല, ലാഗ് ചെയ്യുന്നില്ല. അദ്ദേഹത്തെ ഞാൻ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്യാണ്. The great powerful leader Ismail sir going NTC, please welcome to the stage. Sorry, welcome to the screen. അഷിഖ് സാർ ഓഡിബിൾ ആണ്, ക്ലിയർ ആണ്, വിസിബിൾ ആണ്, ക്ലിയർ ആണോ? അഷിഖ് സാർ ക്ലിയർ. ഓക്കെ, താങ്ക് യു. വെൽക്കം ഓൾ ഓഫ് യു. വണ്ടർഫുൾ ഹാപ്പി മോർണിംഗ്. ഒരുപാട് സന്തോഷമുണ്ട്. വളരെ ക്ലിയർ ആയിട്ടും പവർഫുൾ ആയിട്ടും നമ്മുടെ ഗ്രേറ്റ് ഗോയിങ് നമ്മുടെ പ്രതീക്ഷയാകുന്ന യൂത്ത് ഐക്കനാകുന്ന അദ്ദേഹം നമ്മളെ സ്ക്രീനിലേക്ക് ക്ഷണിച്ചു. ആഷിഖ് ഈസ് വെരി പവർഫുൾ ലീഡർ. നൗ ബിഹോൾഡിങ് വിത്ത് എ വണ്ടർഫുൾ വെരി പവർഫുൾ ലീഡേഴ്സ്. നല്ല ഉഷാർ ടീമിനെയും ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഭാവി വാഗ്ദാനങ്ങളാണ് സത്യത്തില് ഇതിലെ ഈ ബിസിനസിന്റെ പിക്ചർ മാറ്റാൻ പോകുന്നത് നോക്കുക നമുക്ക് അറിയാവുന്നതാണ്. റിയലി അപ്രീഷിയേറ്റ് ആഷിഖ് ആൻഡ് ഓൾസോ എന്താ പറയാ അദ്ദേഹം പറഞ്ഞ ഓരോ വരികളും നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥനയുള്ളതും നന്മയുള്ളതും നാളെ സത്യവൽക്കരിക്കപ്പെടുന്നതുമാകുന്ന എല്ലാവിധ കോംപ്ലിമെന്റ്സും അങ്ങനെയായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. വെൽക്കം ഓൺസ് അഗൈൻ ഓൾ ഓഫ് യു. ഞാൻ ഈ സ്ക്രീനിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന സ്ലൈഡിൽ നിങ്ങൾ കാണുന്നത് തന്നെ ഒരുപാട് ഡയമണ്ടുകളെ കൊണ്ട് കോർത്തെടുത്തിരിക്കുന്ന വെൽക്കം തെരഞ്ഞെടുത്തുണ്ടാക്കിയതാണ്. എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് സംസാരിക്കപ്പെടുന്ന സബ്ജക്റ്റ് ഡയമണ്ട് ആകാൻ നമ്മളെ സഹായിക്കുന്ന ഒരു മാറ്റർ കൂടി ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ ഒരു വെൽക്കം തന്നെ ഗോൾഡൻ ഡയമണ്ട് ഉള്ള ലെവലിലുള്ള സാധനം തിരഞ്ഞെടുത്തത്. ഈ ഒരു എന്താ പറയാ സബ്ജക്റ്റ് വളരെ സീരിയസ് ആയിട്ട് നിങ്ങൾ എല്ലാവരും ഹൃദയത്തോട് ചേർത്ത് വെക്കുക. ഞാൻ പറയുന്നതിലേറെ കേൾക്കുന്നതിന് കൂടുതൽ ഭംഗി കൂട്ടുക എന്നതാണ് ഏറ്റവും പ്രധാനം കാര്യം. വിരളമായ കുറഞ്ഞ സമയമേ ഉള്ളൂ, അതിനകത്ത് നമുക്ക് എല്ലാം പറഞ്ഞു തീർക്കാൻ അസാധ്യമായിരിക്കും. എന്നാൽ പോലും ഇറ്റ് വിൽ ബി വെരി യൂസ്ഫുൾ ആൻഡ് വേർഡ്സ്ഫുൾ ടു യു. അങ്ങനെ ആവട്ടെ എന്ന് ആശംസിക്കുന്നു. എന്നെ ഈ ഇൻഡസ്ട്രിയിലേക്ക് കൊണ്ടുവന്ന എല്ലാ ലീഡർമാരെയും എന്റെ അസോസിയേഷൻ ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ അപ്രീഷിയേറ്റ് ചെയ്യാണ്. ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഈ ഇൻഡസ്ട്രി പരിചയപ്പെടുത്തിയ അല്ലെങ്കിൽ ഇതിലേക്ക് ഈ മഹത്തായ ദൈവികമായിരിക്കുന്ന ഈ പ്രോജക്റ്റ്
എനിക്ക് തിരിച്ചറിവുണ്ടാവാൻ എന്റെ ബുദ്ധിക്ക് ശക്തി നൽകിയ ദൈവം തമ്പുരാനായ റബ്ബുൽ ഇസ്സത്ത് അൽഹംദുലില്ലാ. അതേപോലെ തന്നെ ഗ്രേറ്റ് സ്പോൺസർ നടത്തിയ എന്റെ മെൻറ്റർ കൂടിയായിരിക്കുന്ന ഗ്രേറ്റ് ഷുഹൈബ് സാർ ആൻഡ് ഓൾ അതർ ഗ്രേറ്റ് ലീഡേഴ്സ്. അതേപോലെ തന്നെ നമുക്കൊക്കെ അഭിമാനവും രോമാഞ്ചവും നമുക്കൊക്കെ പ്രതീക്ഷയും എല്ലാമായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഒരു കിങ് ആൻഡ് ക്യൂൻ ഗ്രേറ്റ് മനോജ് സാർ ആൻഡ് ലത മേഡം, എവരെയും ഞാൻ വളരെ സ്നേഹത്തോടെ ഓർക്കുകയാണ്. ഓൾ അതർ ലീഡേഴ്സ് ആൾസോ, ഗ്രേറ്റ് മുബീൻ ജി ആൾസോ. എല്ലാ സമയത്തും നമുക്ക് ഇവരൊക്കെ ഇവരുടെ വചനങ്ങളോ നോട്ടമോ ഒരു പേര് വിളിയെങ്കിലും നമുക്കൊരു ഉണർവാണ് എന്നത് വലിയൊരു സത്യമാണ്. സോ നമ്മുടെ സബ്ജക്റ്റിലേക്ക് നേരെ കടക്കാണ്. വെൽക്കം ഓൾ ഓഫ് യു. ദെൻ ഇന്നത്തെ സബ്ജക്ട് എന്ന് പറഞ്ഞാൽ ദ 7 ഹാബിറ്റ്സ് ഓഫ് ഹൈലി ഇഫക്റ്റീവ് പീപ്പിൾ എന്ന് പറയുന്ന ലോകപ്രസിദ്ധമായിരിക്കുന്ന ഒരു പുസ്തകം. ശരിക്കും നമുക്കൊക്കെ അറിയാൻ പറ്റും, അരിസ്റ്റോട്ടലിന്റെ വചനങ്ങൾ കടമെടുത്തു പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ഡെസ്റ്റിനി തീരുമാനിക്കുന്നത് അവന്റെ നിത്യ ചെയ്തികളാണ്. സീരിയസ്ലി നമുക്കൊക്കെ അറിയാം, ഒരുപക്ഷെ നല്ല പഠിച്ചവൻ ജയിക്കും, അല്ലെങ്കിൽ നന്നായിട്ട് ഗ്രൗണ്ട് സപ്പോർട്ട് കിട്ടിയവൻ ജയിക്കും. ഇങ്ങനെ പല വരികളും പലതും പറയപ്പെടാറുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ അരിസ്റ്റോട്ടലുമാർ പറയുന്നതും ലോകത്തിലെ വിചക്ഷണന്മാരായിരിക്കുന്ന എല്ലാ വിജയിച്ച ആളുകളും പറയുന്ന ഒരൊറ്റ സാധനം, അവനെ തീരുമാനിക്കുന്നത് അവന്റെ ഹാബിറ്റുകളാണ്. നമ്മൾ എപ്പോഴും പറയാറുണ്ട്, നമുക്ക് നമ്മുടെ വിധി നിർണ്ണയിക്കാൻ പറ്റൂല. വിധി നിർണ്ണയിക്കുന്നതും ജാതകം തീരുമാനിക്കുന്നതും ദിവ്യ തമ്പുരാക്കന്മാരാണ്. അതല്ലെങ്കിൽ അതൊക്കെ ഓൾറെഡി എന്താ പറയാ സെറ്റാണ് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ലോകം പറയുന്ന ഒരൊറ്റ വാക്ക്, നമ്മളെ വിധി നമ്മൾ നിർണ്ണയിക്കുന്നതാണ്. നമുക്ക് ഉണ്ടാക്കാൻ നമ്മുടെ വിധി എന്താണ്, അതിന് എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് യു ചേഞ്ച് യുവർ ഹാബിറ്റ്സ്, ദെൻ ഹാബിറ്റ്സ് ക്യാൻ ക്രിയേറ്റ് ദ ഡെസ്റ്റിനി എന്ന് പറയുന്ന ലോക നിയമം. ആലോചിച്ച് നോക്കുക, ഇവിടെ ഈ പുസ്തകം ഓവർ 15 മില്യണോളം സോൾഡ് കഴിഞ്ഞു എന്നോ, 15 മില്യൺ അല്ല, കോടാനുകോടി ആളുകൾ പല ഭാഷകളിലേക്കും ദേശങ്ങളിലേക്കും പാറിപ്പറന്നു പോയ പുസ്തകം. ഇവന്തോ ഞാനൊക്കെ എന്റെ ട്രെയിനിങ് സെക്ടറിലാവട്ടെ, എന്റെ അധ്യാപക ജീവിതത്തിലാവട്ടെ, ടീച്ചിങ്ങും ട്രെയിനിങ്ങും പല മേഖലയിലും ദൈവം സഹായിച്ചുകൊണ്ട് വർക്ക് ചെയ്യാൻ എനിക്ക് സാധ്യമായിട്ടുണ്ട്. പല കോളേജുകൾക്ക് പ്രിൻസിപ്പൽമാരായിട്ടും അതുപോലെ തന്നെ മാനേജിംഗ് ഡയറക്ടറായിട്ടും അങ്ങനെ പല അഭ്യസ്ത വിദ്യരാകുന്ന ആളുകളുമായിട്ട് അസോസിയേറ്റ് ചെയ്യാനും വിദ്യാഭ്യാസ മേഖലയിൽ എന്താ പറയാ നിസ്തുല സേവനങ്ങൾ നടത്താനും ദൈവം അനുഗ്രഹം നൽകി. അതെന്റെ ഗുരുക്കന്മാരുടെയും അതേപോലെ തന്നെ രക്ഷിതാക്കളുടെയൊക്കെ പ്രാർത്ഥന കൊണ്ട് ഒരുപാട് ഗുരുവര്യന്മാരുടെയും സുഹൃത ജനങ്ങളുടെയും ഒക്കെ പ്രാർത്ഥന കൊണ്ട് സപ്പോർട്ട് കണ്ട് സാധ്യമായി. ഇനിയും അത് ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ട് ഇത്രയും കാര്യങ്ങളൊക്കെ വിജയത്തിലേക്ക് RTC അതുപോലുള്ള ഓരോ അച്ചീവ്മെന്റിലേക്കും എത്തി ഇനിയും അത് ഉണ്ടാകുക എന്ന് അഭ്യർത്ഥിക്കുന്നു. സോ ഇവിടെ നമ്മൾ ആലോചിച്ച് നോക്കുക, ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അറിയാവുന്ന സ്റ്റീഫൻ ആർ കവേ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ ശരിക്കും കവേ എന്ന് വായിക്കണോ കവി എന്ന് വായിക്കണോ എന്ന് വെച്ചാൽ ബെസ്റ്റ് ഓപ്ഷൻ ഞാൻ പറയും സ്റ്റീഫൻ ആർ കവി എന്നതാണ് അതിന്റെ പ്രൊണൗൺസിയേഷൻ കാണിക്കുന്നത്. കവേ എന്ന് വായിച്ചാലും നമുക്ക് ശബ്ദം എന്തെന്നുള്ള കാര്യം തിരിഞ്ഞു എന്നുള്ളത് മാത്രമേ പോയിന്റ്. ഓക്കെ, സോ ആ അർത്ഥത്തിൽ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ആയിരക്കണക്കിനാകുന്ന ലോകത്ത് പല വിഭിന്ന മേഖലകളിൽ വിജയിച്ച ആളുകളുടെ ഹിസ്റ്ററി ശരിക്കും അദ്ദേഹം പരിശോധിച്ചു. അങ്ങനെ അവരുമായി പല ആൾക്കാരുമായി ഇന്റർവ്യൂ നടത്തി, യാത്രകൾ നടത്തി, പഠനങ്ങൾ നടത്തി. അങ്ങനെ വർഷങ്ങളോളമുള്ള തപസ്സിലെ ജ്ഞാനത്തിലൂടെ കിട്ടിയ അറിവ് എന്ന് പറയുന്ന പോലെ ആയിരക്കണക്കിന് ആളുകളുടെ വിജയത്തിന്റെ ലാസ്റ്റ് സത്ത വാർത്തെടുത്തപ്പോ 7 ഹാബിറ്റുകൾ അവർക്കുണ്ടായിരുന്നു. ഇതായിരുന്നു അവര് ജയിക്കാൻ കാരണം. ഈ 7 ഹാബിറ്റുകൾ നമ്മളിലുണ്ടോ എന്നാൽ നമുക്കും ഒരു അൾട്രാ ലക്ഷറി സക്സസ് നമുക്ക് സാധ്യമാണ് എന്നതാണ്. ഇവിടെ നമ്മൾ ഇത്യാദി പോയിന്റുകളും പുസ്തകങ്ങളും വായിക്കുമ്പോൾ എപ്പോഴും ലീഡർമാർ പറയും 5 ഫിംഗറിൽ പുസ്തകം വായിക്കണം. ഈ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന എന്താണെന്ന് അറിയാം, ഈ 1000 ആളുകളെ ഇന്റർവ്യൂ ചെയ്ത ഒരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടും എന്നുള്ളതാണ് ഈ പുസ്തകമൊക്കെ വായിക്കുന്ന സമയത്ത്. ഓക്കെ, സോ കമ്മിങ് ടു ദ മാറ്റർ, നമ്മൾ നേരിട്ട് മാറ്ററിലേക്ക് വരികയാണ്. സ്റ്റീഫൻ ആർ കവേ ആദ്യം തന്നെ നമുക്ക് ചർച്ച ചെയ്യാനുള്ള 7 കാര്യം ഒറ്റടിക്ക് പറഞ്ഞു പോകുന്നു. ബി പ്രോആക്റ്റീവ് ആയിരിക്കാം. അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട 7 കാര്യങ്ങൾ. രണ്ടാമത്തെ ഒന്ന് ബിഗിൻ വിത്ത് എൻഡ് ഇൻ മൈൻഡ്. മൂന്നാമത്തെ കാര്യം പുട്ട് ഫസ്റ്റ് തിങ് ഫസ്റ്റ്. ഇങ്ങനെ ഓരോ 7 കാര്യം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ കുറിച്ച് പറയുന്നുവെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് പറയുമ്പോൾ സ്റ്റീഫൻ ആർ കവേ അദ്ദേഹത്തിന്റെ ബയോഗ്രഫി കാര്യങ്ങൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. വായിച്ചാൽ നമ്മുടെ സമയത്തെ അത് ബാധിക്കുമെന്നതിനാൽ നിങ്ങൾ അത് വായിച്ചെടുക്കുന്നു വിശ്വസിക്കുന്നു. ഒറ്റ കാര്യം മാത്രം അതിൽ ഞാൻ എടുത്തു പറയാണ്, ലോകത്തെ ഏറ്റവും കൂടുതൽ വിജയകരമായി സ്വാധീനിച്ച ആളുകളുടെ കൂട്ടത്തിൽ 25 ആളുകളെ ലോകം തിരഞ്ഞെടുത്തപ്പോൾ ലോകം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയാണ് സ്റ്റീഫൻ ആർ കവേ എന്ന് പറയുന്നത്. നിങ്ങൾ ശരിക്കും തിരിച്ചറിയാൻ പറ്റുക, ഈ വ്യക്തിയും സീരിയസ്ലി പറഞ്ഞാൽ നമ്മുടെ ഗ്രേറ്റ് SBG ഇറക്കിയിരിക്കുന്ന നമ്മളുടെ ബിസിനസ് ടൂൾ ആകുന്ന പുസ്തകത്തിൽ അദ്ദേഹത്തിന്റെ ഫോട്ടോ ഉണ്ട്. എന്തിനെ സംബന്ധിച്ച് അദ്ദേഹം പറയുന്നത്, ദ പവർ ഓഫ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആൻഡ് ഡയറക്ട് സെല്ലിംഗ്. വരാൻ പോകുന്ന യുഗത്തിന്റെ മഹാത്ഭുതമാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന്
ഈ ലോകത്തെ സ്വാധീനിച്ച 25 ആളുകളെ ലോകം തെരഞ്ഞെടുത്തപ്പോ അതിലെ ഒരു വ്യക്തി പറയാണ്. അപ്പോഴും നമ്മൾ പറയും നെറ്റ്വർക്ക് അത് അങ്ങനെയാണ് ഇതിങ്ങനെയാണ് ആളെ ചേർത്തലല്ലേ. ഇതൊക്കെ നമ്മുടെ അറിവില്ലായ്മ. എന്തായാലും ശരി, അദ്ദേഹത്തിന്റെ അവാർഡുകളും ഹോണേഴ്സും എല്ലാ സാധനവും കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ആ വലിയ വലിയ പ്രോജക്റ്റുകളൊക്കെ നിങ്ങൾക്ക് ഇതിന് ലഭ്യമാകുന്നുണ്ടാകും. ഓക്കെ, എന്തായാലും അദ്ദേഹം പറഞ്ഞ വരികളിലേക്ക് നമ്മൾ കടക്കാണ്. ഫസ്റ്റ് ഓഫ് ഓൾ അദ്ദേഹം പറയുന്നത് 7 ഹാബിറ്റ് നമ്മളിൽ ഉണ്ടോ എന്ന് നമുക്കും ഏകദേശം സുനിശ്ചിതമാണ്. ഇവിടെ നമ്മൾ 2 കാര്യം ഞാൻ അഡ്വാൻസ്ഡ് ആയിട്ട് പറയാണ്. 7 ഹാബിറ്റ് ആണ് നമുക്ക് വേണ്ടത്. അതിനർത്ഥം ഈ 7 സാധനം ഡെയിലി ഉണ്ടാവണമെന്ന് തന്നെയാണ്. അതല്ലാതെ സാർ ഇത് തിങ്കളാഴ്ച ഉണ്ടായിരുന്നു ചൊവ്വാഴ്ച മാത്രം എൻ്റെ ഒന്ന് പാളിപ്പോയി, അത് പറ്റൂല. രണ്ടാമത്തെ ഒന്ന് 7 ഉണ്ടാവണം എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ 7 ഒന്നിച്ച് നമ്മളെ ബ്രെയിനിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചിന്തിക്കാനുള്ളത്, സാർ അതിൽ ആ 7 ഹാബിറ്റിൽ 1 എനിക്ക് എപ്പോഴും ഉണ്ടാവുക, പക്ഷെ 2 എപ്പോഴും കൈമോശം വരും. അതായത് എനിക്ക് ഒരു സാധനം ഉണ്ട് അടുത്തില്ല, അതും പറ്റൂല. നമ്മൾ ഒന്നിച്ചൊറ്റ കാര്യം പറയാണ്, 7 ഉണ്ടാവണം, 7 ദൈനംദിനവും ഉണ്ടാവണം. ഈ 2 കാര്യം മറക്കരുത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ബി പ്രോ ആക്റ്റീവ്. നമ്മൾ എപ്പോഴും പ്രോ ആക്റ്റീവ് ആകുക എന്നത് നമ്മളുടെ യഥാർത്ഥ ജയത്തിന്റെയും പരാജയത്തിന്റെയും ഉത്തരവാദി നമ്മളാണ്. അവിടെയാണ് നമ്മുടെ കമ്മിറ്റ്മെന്റിൽ നിന്നാണ് ആ ഒരു പ്രോ ആക്റ്റീവ് വരുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ പ്രോ ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ? റിയാക്റ്റീവ് എന്ന് പറഞ്ഞാൽ പ്രതികരണ ശേഷി, പ്രോ ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ദിശനാപരമായിട്ട് നമ്മൾ അതിനെ എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത് എന്നുള്ളതാണ്. ചിന്താപരമായിട്ട് സത്യം പറഞ്ഞാൽ ഇതിൽ ഒരുപാട് സൈദ്ധാന്തികവും താത്വികവും അതേപോലെ തന്നെ ഒരുപാട് എന്താ പറയാ അങ്ങനെയുള്ള ചില ഇന്റർപ്രിട്ടേഷൻസ് ഒക്കെ ആവശ്യമാകും. എന്നാലും ചില നാടൻ ശൈലിയിലും തിരിയുന്ന രൂപത്തിലേക്കും ആവാൻ ഞാനും ശ്രമിക്കുന്നുണ്ട്. കേൾക്കുന്നതിനേക്കാൾ ഭംഗിയായി ഒന്നും കൂടി നിങ്ങൾ കേൾക്കാൻ ശ്രമിക്കുക എന്നതാണ്. സോ ഇവിടെ പറയുന്ന പ്രധാനപ്പെട്ട ഈ ബി പ്രൊആക്റ്റീവിൽ പറയുന്നത് ഒന്ന്, ഐ ടേക്ക് ഇനിഷ്യേറ്റീവ്. ഞാൻ എന്തിനും ഇനിഷ്യേറ്റീവ് ആയിരിക്കും. ഇന്ന ഉന്തി തള്ളി പറഞ്ഞേക്കേണ്ട ആവശ്യമില്ല. വർക്കിന് സാറേ എന്തായി അവിടെ വർക്ക്, അടുത്ത BOPക്ക് എത്ര ആളുണ്ടാവും, ഈ BOPക്ക് എത്ര ആൾ വന്നു, അടുത്ത ക്ലോസിംഗ് എത്രയാണ്, അടുത്ത റാങ്ക് ഏതാണ്, ഇതൊക്കെ ആരാൻ പറഞ്ഞിട്ട് വേണ്ട. നമ്മൾ സ്വയം ഇനിഷ്യേറ്റീവ് ആയിട്ട് ഒരു പ്രോജക്റ്റ് വരുമ്പോൾ അയാൾക്ക് ലീഡർക്ക് വിളിക്കാൻ തോന്നണം. അതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട, ഞാൻ ബിസിനസിനെ ആസ്പെക്ട് ആക്കിയിട്ട് പറയാണ്. നിങ്ങൾ നിത്യജീവിതത്തിലേക്കും ഇങ്ങനെ ഈ സബ്ജക്റ്റിനെ നിങ്ങൾക്ക് എവിടേക്കും കൺവേർട്ട് ചെയ്യാവുന്നതാണ്. പക്ഷെ നമുക്കിപ്പോൾ സബ്ജക്ട് ബേസ്ഡ് പറയുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ പ്രൊഫഷൻ ബേസ്ഡ് പറയുമ്പോൾ ഇങ്ങനെയാണ്. എന്തായാലും ഇന്ന് നമ്മളുടെ തൊഴിലാളി ദിനമാണ്. നമ്മൾ ഒരിക്കലും തൊഴിലാളി ആവാനുള്ളതല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് വിഷസ് അറിയിക്കുന്നില്ല. നിങ്ങൾക്കൊക്കെ ബിസിനസ് ഓണേഴ്സ് വിഷസ് അഡ്വാൻസ്ഡ് ആയിട്ട് മെയ് 1 അറിയിക്കണം. ഓക്കെ, സോ ഐ ആം എ റെസ്പോൺസിബിൾ പേഴ്സൺ ആയി നമ്മൾ എപ്പോഴും മാറാം. ഉത്തരവാദിത്വ ബോധം ഉണ്ടാകുക. എന്റെ ടീമിന്റെ റെസ്പോൺസിബിലിറ്റി എന്റെ കയ്യിലായിരിക്കാം. അതിന് പറ്റുന്ന ഒരു ആറ്റിറ്റ്യൂഡ് നമ്മളെ കയ്യിലുണ്ടായിരിക്കുക. ഒരിക്കലും എന്റെ തോൽവിയും പരാജയവും മറ്റൊരാളെ തലയിലേക്ക് ബ്ലെയിം ചെയ്ത് ചേർത്താതിരിക്കുക. സാറേ ഞാൻ തോൽക്കാൻ കാരണം എന്റെ ഡൗൺ ലൈനാണ്, ഞാൻ തോൽക്കാൻ കാരണം എന്റെ അപ്പ് ലൈനാണ്, അതേപോലെ തന്നെ തുടങ്ങിയുള്ള ഒരുപാട് സാധനങ്ങൾ. ഇങ്ങനെ തുടങ്ങി തന്റെ ജയപരാജയത്തിന്റെ ഉത്തരവാദി മറ്റൊരുത്തനെ കേൾപ്പിച്ചുകൊണ്ടോ അതല്ലെങ്കിൽ ഏൽപ്പിച്ചു കൊടുക്കുകയോ ചെയ്യുന്നത് ശരിയല്ല എന്നതാണ് പറയുന്നത്. ഐ ഡു ദ തിങ് റൈറ്റ് തിങ്സ് വിത്തൗട്ട് ബീങ് ആസ്ക്ഡ്. ശരിക്കുള്ള കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് 4 ആള് പറഞ്ഞിട്ട് വേണ്ട, അത് കൃത്യമായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റും. ചില ഉദാഹരണ സഹിതം പറഞ്ഞാൽ പ്രൊആക്റ്റീവിന് ഉദാഹരണമാണ്. നമുക്കറിയാൻ പറ്റും സോഡയുടെ അതല്ലെങ്കിൽ 7up ഇതുപോലെയുള്ള നമ്മുടെ എന്താ പറയാ അങ്ങനത്തെ ലിക്വിഡുകളുടെ ബോട്ടിൽ പൊട്ടിക്കുന്ന സമയത്ത് അത് എക്സ്പ്ലോഡ് ആകുന്നതാണ്, പൊട്ടിത്തെറിക്കുന്നതാണ്. ചില നമ്മൾ നേരെ മറിച്ച് നമ്മൾ വാട്ടർ ബോട്ടിൽ തുറക്കുന്ന സമയത്ത് അത് തുറന്നാൽ അത് അതേമാതിരി നിൽക്കുന്നു, പൊട്ടിത്തെറിയൊന്നും കാണൂല. ഇതിനെയാണ് നമുക്കൊരു ഉദാഹരണ സഹിതം പ്രൊആക്റ്റീവ് റിയാക്റ്റീവ് എന്ന് പറയുന്നത്. ആ സോഡ പൊട്ടിത്തെറിച്ചത് റിയാക്റ്റീവ് ആണ്. പക്ഷെ ആ വെള്ളം കുപ്പി തുറന്ന സമയത്ത് അത് ശാന്തമായി നിൽക്കുന്നത് പ്രൊആക്റ്റീവ് ആണ്. സോ ഈ റിയാക്റ്റീവ് ആകുന്ന ആളുകൾ കാള പറ്റൂ എന്ന് പറയുമ്പോൾ തന്നെ കയറെടുക്കുന്നുണ്ടാകും. പക്ഷേ പ്രൊആക്റ്റീവ് ആകുന്ന ആളുകൾ ഒറ്റ ചിന്തയാണ്, സത്യത്തിൽ കാള പേറുവെന്ന്. ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്ലൈനെ കുറിച്ച് കുറ്റം പറയുക, ഡൗൺലൈനെ കുറിച്ച് കുറ്റം പറയുക. എന്തെങ്കിലും സിറ്റുവേഷൻ വരുമ്പോൾ തന്നെ നമ്മൾ ആകെ ഫ്രസ്ട്രേറ്റഡ് ആയി, ഡിസ്റ്റർബ്ഡ് ആയി, തലവേദന ഇളകി വീണ് കഴിഞ്ഞു, ഉരുണ്ടും മറിഞ്ഞു കഴിഞ്ഞു. അപ്പോൾ തന്നെ 4-5 ഡയലോഗ് സ്കെഡ് മെസ്സേജ് പോലെ പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ പിന്നെ ആലോചിക്കുക സത്യത്തിൽ ഇപ്പൊ എന്താ ഉണ്ടായേ. നമ്മൾ ശരിക്കും ഒരു പ്രോബ്ലം വരുന്ന സമയത്ത് എന്താവട്ടെ, മേ ബി നമ്മളെ ബിസിനസ് ഡൗൺ ആകും, അല്ലെങ്കിൽ നമുക്ക് ഡൗൺ ലൈൻ നഷ്ടപ്പെടും, അല്ലെങ്കിൽ അപ്പ് ലൈൻ വിളിച്ചില്ലെന്ന് വരും, അല്ലെങ്കിൽ സിറ്റുവേഷനിൽ നമുക്ക് പല ചലഞ്ചുകളും കടന്നു വരും. ബട്ട് ദ ക്വസ്റ്റ്യൻ ഹൗ വി ഡീൽ ദിസ് പ്രോബ്ലം. ഈ വിഷയത്തിനകത്ത് 2 പ്രധാന കാര്യമാണ് നമ്മുടെ ചിന്തകന്മാർ നമുക്ക് മുമ്പിൽ വരുത്തുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ 2 പ്രധാന സർക്കിളാണ് ഒരു മനുഷ്യർക്ക് വരുന്നത്. ഒന്നാമത്തെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻഫ്ലുവൻഷ്യൽ സർക്കിളും വരുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് വരുന്ന നെക്സ്റ്റ് വണ്ണാണ് നമ്മളുടെ കൺസേൺ ആയിരിക്കുന്ന ഒരു സർക്കിൾ. എന്താണ് ഇൻഫ്ലുവൻഷ്യൽ സർക്കിൾ എന്ന് പറഞ്ഞാൽ? നമുക്ക് ആ കാര്യത്തിനകത്ത് ഇൻവോൾവ് ചെയ്തുകൊണ്ട് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്താൻ പറ്റും, അതായത് നമുക്ക് അവിടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ആ സ്ഥലം ഇൻഫ്ലുവൻഷ്യൽ സർക്കിളാണ്. അതായത് നമ്മളെ ജീവിതത്തിൽ നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറ്റിയാൽ, ഇപ്പൊ നമ്മുടെ റോബർട്ട് കീ ചെസ്റ്റർട്ടൺ എന്ന് പറയുന്ന ലോകപ്രസിദ്ധനായിരുന്ന ഒരു ചിന്തകൻ, അദ്ദേഹം പറയുന്ന ഒരു വാക്കുണ്ട്, എന്താ പറയാ, കത്തിയാളുന്ന സൂര്യഗോളത്തിന്റെ താഴെ കൊള്ളുന്ന വെയിലുണ്ടെങ്കിൽ അതിനെ കുളിര് പെയ്യുന്ന നിലാവായിട്ട് ചിന്തിക്കാൻ നമുക്ക് പറ്റൂല എന്നുള്ളത് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അതായത് നട്ടുച്ച നേരത്തെ 2 മണിക്ക് വെയിലത്ത് ഇറങ്ങി നടക്കുന്ന സമയത്തും വാവ് വാട്ട് എ വണ്ടർഫുൾ നിലാവ് എന്ന് പറഞ്ഞ് നമ്മൾ നടക്കുക, വാട്ട് എ കൂൾ എനർജി,
ഐ ഫീൽ വെരി ഹാപ്പി നൗ, വെരി കൂൾ നൗ എന്ന് പറയാനൊക്കെ പറ്റിയാൽ ഒരർത്ഥത്തിൽ വട്ട് എന്ന് പറയും. പക്ഷെ മൈൻഡ് സെറ്റ് അങ്ങനെ ആക്കി അത് പറ്റുന്നതാണ്. നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. കടങ്ങൾ തലയിൽ കയറി വീട് ജപ്തി ചെയ്ത് നിൽക്കുന്ന സമയത്തോ അതല്ലെങ്കിൽ അതുപോലുള്ള പ്രതിസന്ധികൾ നമ്മളെ മുമ്പിൽ വരുന്ന സമയത്തോ അന്നേരത്തെ നമുക്ക് വിശപ്പ് തോന്നില്ല, അതല്ലെങ്കിൽ നമുക്കൊന്ന് ഇരിക്കണം എന്ന് തോന്നില്ല, നമ്മൾ ഭക്ഷണം കഴിച്ചു എന്ന് നമ്മൾ തോന്നില്ല. കാരണം നമ്മുടെ ബ്രെയിൻ ആ ലെവലിലേക്ക് ഡൈവേർട്ടഡ് അല്ല. നേരെ മറിച്ച് ഇതൊക്കെ മാറിയിട്ട് നല്ല AC കൂളിൽ ഇരിക്കുന്ന സമയത്ത് നല്ല ശാന്തമായി ഇരിക്കുമ്പോൾ വിശപ്പ് നല്ലെന്ന് തോന്നും, കഷ്ടപ്പാട് നല്ലെന്ന് തോന്നും. കാര്യം എന്താ, നമുക്ക് വേറെ ഒന്നും നമ്മുടെ ബ്രെയിനിൽ അന്നേരത്ത് ചലഞ്ച് ചെയ്യുന്ന അല്ലെങ്കിൽ ബ്രെയിനിന്റെ തിങ്കിങ് ലെവലിനെ അല്ലെങ്കിൽ ആ പ്രോസസ്സിങ്ങിനെ എൻഗേജ്ഡ് ആക്കുന്ന വേറെ തോട്ട് പ്രോസസ് ഒന്നും ഇല്ലാത്ത കാരണത്താൽ. സോ സീരിയസ്ലി നമ്മൾ എപ്പോഴും മനസ്സിലാക്കാം, ഇൻഫ്ലുവൻഷ്യൽ ഏരിയയിൽ നമ്മൾ 100% നമ്മൾ ഫോക്കസ് ചെയ്താൽ മതി. നമ്മളെ ഇൻഫ്ലുവൻസ് ആകുന്ന ഏരിയ, അപ്പൊ ടീമിന്റെ ഉദാഹരണമായിട്ട് നമ്മളെ ബിസിനസ് ശരിക്കും നടക്കുന്നില്ല, അപ്പൊ നമ്മൾ കമ്പനീന്റെ പ്ലാൻ മാറ്റാൻ നിൽക്കണ്ട, അതിപ്പോ അവർ മാറ്റാൻ താല്പര്യമില്ല. നമുക്ക് നമ്മുടെ ആറ്റിറ്റ്യൂഡുകളെ കുറച്ചൊന്നും മാറ്റാനേ, നമുക്ക് നമ്മുടെ ടീമിനൊന്ന് വിളിച്ചിരുത്തി അങ്ങോട്ടാക്കി ഇങ്ങോട്ടാക്കി, അല്ലെങ്കിൽ നമ്മൾ അപ്ലൈനെ മാറ്റാൻ നിൽക്കണം. അതൊന്നും ഒരു കാര്യമുള്ള കാര്യമല്ല. വാപ്പാനെയും അച്ഛനെയും നമുക്ക് മാറ്റാൻ പറ്റില്ല, ഓപ്ഷൻ ഇല്ലല്ലോ. നമുക്ക് നമ്മുടെ ഡൗൺ ലൈനെ വിളിച്ചിരുത്തി അതിലെ പ്രധാന ലീഡർഷിപ്പ് ക്വാളിറ്റി. അപ്പൊ നമുക്ക് എവിടെയാണ് അവിടെ ഇൻഫ്ലുവൻഷ്യൽ ഏരിയ, അവിടേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുക. നമ്മളെ കൺസേൺ ആകുന്ന ഏരിയ, അതായത് നമുക്ക് തലപ്പിരാന്ത് പിടിക്കുന്ന ചില സാധനം ഉണ്ടാകും, ചിന്തിക്കാതിരുന്നാൽ മതി. ഇപ്പൊ നമ്മുടെ ടീമിലൊക്കെ ഒരുപാട് ലീഡർമാര്, നമ്മുടെ ഗ്രേറ്റ് നിശാന്ത് സാർ പറഞ്ഞ തന്നെ 40 ലക്ഷം കടം, അതിങ്ങനെ ആലോചിച്ചിരുന്നിട്ട് എന്ത് കാര്യമുള്ളത്? വീട്ടാനുള്ള ഓപ്ഷനിലേക്ക് നമ്മൾ നോക്കുക. ഇങ്ങനെ 100,000 കാര്യം നമ്മുടെ ടീമിനകത്തില്ലേ, നമുക്ക് വ്യക്തിപരമായിട്ടില്ലേ കടങ്ങൾ, പ്രയാസങ്ങൾ, ഇത് ചിന്തിച്ചിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? ചിന്തിക്കുമ്പോഴല്ലേ തലയിൽ പ്രശ്നമുള്ളൂ, ചിന്തിക്കാതിരുന്ന ഈ പ്രശ്നമില്ലല്ലോ. മനോജ് സാറ് വരേണ്ട ഡിസ്ക് തെറ്റിയതാണ്, അത് ചിന്തിക്കുമ്പോഴല്ലേ ഡിസ്ക് തെറ്റിയിട്ടുള്ളൂ, ഇല്ലെങ്കിൽ കുഴപ്പമില്ലല്ലോ. ഇതേപോലെ നമുക്ക് ഒരു കാര്യത്തെ എങ്ങനെ പ്രോആക്റ്റീവ് ആക്കാൻ പറ്റും എന്നത് വലിയൊരു ചോദ്യം. ഇവിടെയാണ് നമ്മുടെ പാരഡൈം ഷിഫ്റ്റിംഗ് ആൻഡ് പ്രിൻസിപ്പിൾസ്. നമുക്ക് ഒരു കാര്യത്തെ തീരുമാനിക്കപ്പെടുന്ന സമയത്ത് നമ്മുടെ പാരഡൈംസ് ഒരു പ്രധാന, നമ്മുടെ മനോഭാവങ്ങള്, നമ്മുടെ സ്ഥിതി വിശേഷങ്ങൾ, ഏത് കാര്യം വരുമ്പോഴും നമ്മൾ പറയും അത് പിന്നെ അവൻ അങ്ങനെ തന്നെ ഈ കാര്യം, ഇങ്ങനെയൊക്കെയുള്ള ഒരു പാരഡൈം ഉണ്ടാവും. അതിൽ നിന്ന് നമുക്ക് എങ്ങനെ നമ്മുടെ ഷിഫ്റ്റ് നടത്താൻ പറ്റും, നമ്മുടെ ചിന്തകൾ നിർമ്മിക്കുന്നതും നമുക്കൊരു തീരുമാനം എടുപ്പിക്കുന്നതും നമ്മുടെ പാരഡൈംസും പ്രിൻസിപ്പിൾസും ഒക്കെയാണ്. അപ്പൊ അത് കൂടുതൽ പറഞ്ഞാൽ ഒരു പക്ഷേ അതിൽ വരുന്ന പ്രധാനപ്പെട്ട സാധനങ്ങളിൽ നമ്മുടെ ക്വാണ്ടം ചേഞ്ചുകളെ കുറിച്ച് വരുന്നുണ്ട്, പവർ ഓഫ് പാരഡൈം ഷിഫ്റ്റില് നമ്മുടെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ആ സയൻസ് കാര്യങ്ങൾ പറയുമ്പോൾ നമുക്കത് ചടപ്പ് വരുന്നല്ലോ. ഞാനിപ്പോ ഈ സ്ലൈഡ് വിശദീകരിക്കാതിരിക്കണം നല്ലത്. എന്തായാലും കവി നമുക്ക് പറയുന്നത്, കവി ഉദ്ദേശിക്കുന്നത് നമുക്ക് അങ്ങനെ പറയാം, നമ്മളെ കവിയാണല്ലോ. അപ്പൊ നമുക്ക് ആ പോൾസൻ പിൽസർ പോളേട്ടൻ ആയ പോലെ തന്നെ സ്റ്റീഫൻ ആർക്കെവേ നമ്മളെ കവിയായി. അപ്പൊ കവി ഉദ്ദേശിക്കുന്നത് the way we see the world is the entirely based on our own perception. നമ്മളുടെ ഒരു പെർസെപ്ഷൻ തിങ്കിങ് ലെവലിലാണ് ഒരു കാര്യത്തെ നമുക്ക് തോന്നുന്നത്. ഉദാഹരണമായിട്ട് ഒരു കുന്ന് പോലുള്ള ഒരു സ്ഥലത്തെ ചൂണ്ടിയിട്ട് ഒരു മനുഷ്യൻ ഇത് വലിയ കുന്നാണോ എന്ന് ചോദിച്ചാൽ ഇവിടുന്ന് കയറുന്നവൻ പറയും ഇത് കുന്നാണെന്ന്, പക്ഷെ അവിടുന്ന് ഇറങ്ങുന്നവൻ പറയില്ല ഇത് വലിയ ഇറക്കാണെന്ന്. സത്യത്തിൽ ഇത് കുന്നാണോ ഇറക്കാണോ? ഒറ്റ ഉത്തരേ ഉള്ളൂ അതിന്. വരുന്നവൻ എന്തിന് ഏത് സ്ഥലത്തുനിന്ന് വരുന്നു അതിനനുസരിച്ച് അവനക്ക് തോന്നും. ഏതുപോലെ മൈ ലൈഫ് സ്റ്റൈൽ ആളെ ചേർത്തലാണോ, അങ്ങനെ തോന്നി എനിക്ക് അത് തോന്നും. മൈ ലൈഫ് സ്റ്റൈൽ കോടീശ്വരന്മാരെ മാത്രം ഉണ്ടാക്കണോ, അതിന് വന്നവൻക്ക് അത് തോന്നും. ഇത് ആരോഗ്യം മാത്രം ഉണ്ടാക്കുന്നതാണോ, അതിന് വന്നവൻക്ക് അത് തോന്നും. നമ്മളെ കടലിലേക്ക് പോകുന്നവൻ, കടലിൽ നിന്ന് എന്ത് കിട്ടും? ഉത്തരം ഒന്നേ ഉള്ളൂ. ഇപ്പൊ ചിലര് പറയും മത്തി കിട്ടും, അയില കിട്ടും, ചാള കിട്ടും, ജമ്മീന് കിട്ടും, പലതും കിട്ടും. പക്ഷെ ഒറ്റ ഉത്തരേ ഉള്ളൂ, കടലിലേക്ക് ചാടിയവൻ എന്തിനു ചാടി അത് അവനക്ക് കിട്ടും. ഇതാണ് നമ്മൾ മൈ ലൈഫിനകത്തേക്ക് എന്തിനു വന്നു അത് കിട്ടും. എന്റെ പേഴ്സണാലിറ്റി മെച്ചപ്പെടുത്താൻ, എന്റെ ഡെസ്റ്റിനിക്ക് ഒരു പുതിയ മേലാട തീർക്കാൻ, അതല്ലെങ്കിൽ ഒരു പവർഫുൾ ആയിരിക്കുന്ന ഒരു ഐക്കണായിട്ട്, അതായത് ഒരു ബെഞ്ച് മാർക്ക് ഈ ഭൂമിയിൽ രേഖപ്പെടുത്തി നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും ജനമനസ്സുകളിൽ താമസിക്കുന്ന ഒരു സ്നേഹത്തോടെ പുഞ്ചിരിയോടെ ജനം ഓർക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതത്തിൽ മാറ്റം സൃഷ്ടിച്ച ഒരു ഗ്ലോബൽ ഐക്കണായിട്ട് മാറാൻ എനിക്ക് ഇതിനകത്തൊരു ഓപ്ഷൻ ഉണ്ടെന്ന് ആരെങ്കിലും ചിന്തിച്ചാൽ അയാൾക്കുള്ളതാണ് മൈ ലൈഫ്. അപ്പൊ നമ്മൾ എന്ത് ചിന്തിക്കുന്നു എന്നിടത്താണ് അങ്ങനെയാണ് നമ്മൾ SBGയെ കാണുന്നത്. എങ്ങനെയാണ് എന്നുള്ളതനുസരിച്ചാണ് SBG, എങ്ങനെയാണ് മൈ ലൈഫിനെ കാണുന്നു എന്നതനുസരിച്ചാണ്, നമ്മൾ എങ്ങനെ ലീഡറെ കാണുന്നു എന്നതനുസരിച്ചാണ് എല്ലാം. അതല്ലാതെ ഒറിജിനലി അത് അങ്ങനെ പറയാൻ പറ്റുന്നതിനേക്കാൾ. സോ മറ്റൊന്നാണ് ഹാബിറ്റ് എന്ന് പറയുന്നത്. സോ ഹാബിറ്റുകളാണ് ഇതൊക്കെ ചെയ്യുന്നത്, ഈ പ്രൊആക്റ്റീവ് ഉണ്ടാകുന്നത്. ഈ ഹാബിറ്റ് ഉണ്ടാകുന്നത് പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ വെച്ചാണ്. ഒന്ന് നമ്മുടെ നോളജ്, മറ്റൊന്ന് നമ്മുടെ ഡിസയർ, മറ്റൊന്ന് നമ്മുടെ സ്കില്ല്. സോ നമ്മുടെ നോളജിനകത്ത് നമുക്ക് അറിയാൻ പറ്റുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് നമുക്ക് വിഷൻ അവിടെ ക്രിയേറ്റഡ് ആകും. കാര്യം എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, എന്തിനാണ് ചെയ്യേണ്ടത്, ഈ ഒരു പ്രധാന ഘടകം, ഈ ബിസിനസ് ഞാൻ എന്തിനാണ് ചെയ്യുന്നത്, ഇതിന്റെ ഉത്തരം കിട്ടാത്താൻ വി വിൽ ഡ്രിഫ്റ്റ് അറൗണ്ട് എന്നാണ് നമ്മളുടെ എന്താ പറയാ നമ്മുടെ അർണോൾഡ് ഷ്വാസ്നഗറിന്റെ വലിയൊരു ഇന്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നത്. നമുക്ക് എന്തിനാണ് ഒരു കർമ്മം ചെയ്യുന്നത് എന്നറിഞ്ഞില്ലെങ്കിൽ, നമ്മുടെ ടാർഗറ്റ് പർപ്പസ് നമ്മൾ കണ്ടെത്തിയില്ലെങ്കിൽ വി വിൽ ഡ്രിഫ്റ്റ് അറൗണ്ട്. വട്ടത്ത് കറങ്ങി നമ്മളറിയില്ല, കൊട്ടപ്പാലം കറങ്ങി തിരിയാന്ന് പറഞ്ഞ പോലെ എന്തിനാന്ന് അറിയില്ല സത്യത്തില്. ഇത് അറിഞ്ഞവൻക്ക് പിന്നീട് കൂടുതൽ കോച്ചിങ്ങിന്റെ ആവശ്യമൊന്നും വരില്ല. അപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ പറയട്ടെ, ഗൾഫിലേക്കുള്ള വിസ വരുന്ന സമയത്ത് ഞങ്ങളെ നാട്ടിലെ ദാമോദരേട്ടനും ചന്ദ്രേട്ടനും ഒക്കെ ഗൾഫിലേക്ക് പോയ സമയത്ത് പടച്ചോനെ അറബികൾ എടുത്തുകാളെ ഞാൻ പോകുന്നത് അലിഫും ബാവും ഞാൻ പഠിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് പെട്ടെന്ന് മദ്രസ പോയിട്ട് സദർ ഉസ്താദിന്റെ മുമ്പിൽ ഇരുന്നിട്ട് കുറച്ച് അറബി പഠിക്കട്ടെ എന്ന് അദ്ദേഹം ചിന്തിച്ചില്ല. അദ്ദേഹത്തിന്റെ വൈ ഫാക്ടർ എന്താണെന്ന് അദ്ദേഹത്തിന് അറിയായിരുന്നു.
താൻ ഒരിക്കലും മദ്രസ പോയിട്ടില്ലെന്നോ അറബി കേട്ടിട്ടില്ലെന്നോ ഒന്നും അദ്ദേഹത്തിന് വെറിയിടാക്കുന്ന സബ്ജക്റ്റ് അല്ല. അദ്ദേഹത്തിന് വൈ ഫാക്ടർ സെറ്റാ. ഞാൻ ഇവിടുന്ന് ഗൾഫിക്ക് പോയില്ലെങ്കിൽ എന്റെ മക്കളെ കല്യാണം നടക്കില്ല, എന്റെ വീട് പണി നടക്കില്ല, എനിക്ക് സാമ്പത്തികമായി ഒരുപാട് പ്രയാസം വരും. ഈ വൈ ഫാക്ടർ സെറ്റായപ്പോ ബാക്കിയുള്ള വഴികൾ, ഈ വൈ എന്നുള്ളത് ഇംഗ്ലീഷാണ്, രണ്ടാമത്തത് വഴി മലയാളം. സോ ഈ വഴികൾ താൻ കണ്ടെത്തുന്നതാണ്. ഈ ബിസിനസ്സിൽ വരുന്ന ഒട്ടുമിക്ക ആളുകളേക്കും വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, താൻ എന്തിനാ ഇത് ചെയ്യുന്നത് ഇപ്പോഴും തനിക്ക് മനസ്സിലായിട്ടില്ല. മൈ ലൈഫ് എന്തിനാണ് ഈ ലോകത്തേക്ക് ലോഞ്ച് ചെയ്തതെന്ന് പ്രവീൺ ചന്ദൻ സാറുമാർക്കും സിഇഒമാർക്കും അറിയാം. SBG എന്തിനുണ്ടാക്കിയെന്ന് അതിന്റെ ഫൗണ്ടർമാർക്കും എല്ലാ കാര്യത്തിനും അറിയാം. ഈ ബിസിനസ് ചെയ്യുന്ന ലീഡർമാർക്കും അവർക്ക് അറിയാം. പക്ഷെ ഞാനാകുന്ന വ്യക്തി, ഞാനിത് എന്തിനാ ചെയ്യുന്നത്, ഞാനുമായിട്ട് ബിസിനസ്സിന് എന്ത് ബന്ധം, ഇത് നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. മറ്റൊന്നാണ് നമ്മുടെ ഡിസയർ, എന്തെല്ലാമൊക്കെ ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങൾ, എന്തിനു വേണ്ടി വർക്ക് ചെയ്യേണ്ടതിന്റെ കാര്യങ്ങൾ. മൂന്നാമത്തെ ഒന്ന് സ്കില്ല്, നമ്മളെ സ്കില്ല് നമ്മൾ എന്തെല്ലാം മെച്ചപ്പെടുത്തി എടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂട്ടിയിട്ട് അതിന്റെ നടുത്ത കോർ വാല്യൂ പോയിന്റ് ആണ് ഹാബിറ്റ്. അപ്പൊ നമ്മുടെ നോളജും ഡിസയറും സ്കില്ലും കണക്ട് ചെയ്തിട്ട് നമുക്ക് ഉണ്ടാകുന്ന ഒരു സിസ്റ്റമോ പ്രോസസ്സോ ഉണ്ട്. അത് നമ്മുടെ ഹാബിറ്റ്, നമ്മുടെ സ്വഭാവമായി മാറും. അപ്പോ നമ്മുടെ അറിവുകൾ പ്രധാനമാണ്, നമ്മുടെ ആഗ്രഹങ്ങൾ പ്രധാനമാണ്, നമുക്കുണ്ടായ അറിവുകൾ പ്രധാനമാണ്. ഇതെല്ലാം കൂടുമ്പോൾ നമുക്കൊരു ഹാബിറ്റ് സെറ്റ് ആവും. സോ നമ്മൾ ഈ ഹാബിറ്റുകൾ സെറ്റ് ആകുമ്പോൾ തന്നെ പാരഡൈം ഉണ്ടാകുന്നത് പ്രധാനപ്പെട്ട 3 കാര്യങ്ങളിലൂടെയാണ്. പേഴ്സണൽ എത്തിക്സ്, ക്യാരക്ടർ എത്തിക്സ്, ഇൻസൈഡ് ഔട്ട്. ഇതൊക്കെ പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ സമയം പോകും. രണ്ടാമത്തെ വിഷയം, ബിഗിൻ വിത്ത് എൻഡ് ഇൻ മൈൻഡ്. നമ്മൾ എപ്പോഴും എൻഡ് ഇൻ മൈൻഡ് നമ്മളിൽ ഉണ്ടാവുക എന്നത് പ്രധാനമാണ്. ഏതുപോലെ നമ്മൾ പ്രൊആക്റ്റീവ് പറഞ്ഞ പോലെ തന്നെ നമ്മൾ എപ്പോഴും പറയും, ഒരു പ്രശ്നം വന്നാൽ നീ ഏത് സൈഡിലാണ്, ഇൻ വിച്ച് സൈഡ് യു ആർ സ്റ്റാൻഡ്, അല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണ് നീ നിൽക്കുന്നത്. ഇറ്റ് മീൻസ് പ്രോബ്ലത്തിന്റെ സൈഡിലാണോ സൊല്യൂഷന്റെ സൈഡിലാണോ. പ്രോബ്ലത്തിന്റെ സൈഡിലും സൊല്യൂഷന്റെ സൈഡിലും നമുക്ക് നിൽക്കാം. അപ്പോൾ നമ്മുടെ പ്രൊആക്റ്റീവിന്റെ വിഷയം പറഞ്ഞ പോലെ തന്നെ ഈ പ്രൊആക്റ്റീവിൽ അങ്ങനത്തെ ഒരു സാധനമുണ്ട്. നമുക്ക് ഏത് വിഷയം, ഇപ്പൊ നമ്മൾ മീറ്റിങ്ങിന് പോണ സമയത്ത് നന്നായിട്ട് ബ്ലോക്കും സാധനം വന്നു, അപ്പൊ കുറ്റം പറച്ചില്ല, ഈ പണ്ടാറടിക്ക ബ്ലോക്ക്, ഈ വണ്ടിന്റെ പ്രശ്നം, ആ മുന്നത്തെ ലോറി, ആ ബാക്കത്തെ ബസ്, ഇങ്ങനെ പറഞ്ഞ് 100,000 കേസാ. അങ്ങനത്തെ ബ്ലോക്ക് ആദ്യമേ നമുക്ക് അറിയാമായിരുന്നെങ്കിൽ ഈ പ്രൊആക്റ്റീവിന്റെ ആൾക്കാർക്ക് ഫോർസീനേഴ്സ് ആയിരിക്കുന്നവരാണ്, കാലേ കുട്ടി കണ്ടറിയുന്ന. 2 മിനിറ്റ് മുന്നേ നേരത്തെ ഇറങ്ങിയാൽ മതി. ഇതുപോലെ ജീവിതത്തിൽ ഏത് സിറ്റുവേഷൻസും എങ്ങനെയാണ്, അവര് കാലത്തെ റീഡ് ചെയ്യും. ദേ ആർ ഫോർസീനേഴ്സ്, അല്ലെങ്കിൽ ഭാവിയെ തിരിച്ചറിയാനും ദീർഘദൃഷ്ടിയിലുള്ള ആളുകളായിരിക്കും പ്രൊആക്റ്റീവിന്റെ ആളുകൾ. സോ നെക്സ്റ്റ് മെറ്ററിലേക്ക്, ബിഗിൻ വിത്ത് എൻഡ് ഇൻ മൈൻഡ്. സോ ഇത് പറഞ്ഞിട്ട് തീരാത്തത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് വലിയൊരു 10-200 പേജിൽ വന്ന സാധനം 10-30 സ്ലൈഡിൽ പറയാൻ പറ്റില്ല എന്ന് നിങ്ങൾക്കും എനിക്കും അറിയാം. പിന്നെ നമ്മൾ സഹകരിച്ച് ഈ സബ്ജക്ട് മാത്രം പറഞ്ഞു പോകുക. ഗ്രേറ്റ് മനോജ് സാർ ഇതിന്റെ ഒക്കെ ഹൈഫ്ലൈസും റീഗ്രേറ്റ് ഒക്കെ എടുത്തത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. സോ ബിഗിൻ വിത്ത് എൻഡ് ഇൻ മൈൻഡ്. തുടക്കത്തില് എവിടേക്കാണ് താൻ പോകുന്നത് എന്ന ഉത്തമ ബോധ്യം ഉണ്ടാവുക. നമുക്ക് ഈ കാര്യം അറിയില്ല. സീരിയസ്ലി നമ്മൾ ഈ ബിസിനസ് നമ്മൾ ശരിക്കും ആലോചിച്ച് നോക്കുക, താൻ എവിടേക്കാണ് ഇത് പോകുന്നത്, താൻ എവിടേക്കാണ് പോകുന്നത് എന്നതിന്റെ ഉത്തരം അറിഞ്ഞില്ലെങ്കിൽ താൻ എപ്പോഴാണ് എവിടേക്ക് എത്തുക എന്നുള്ളതിന് ഉത്തരം അറിയില്ല. ഫോർ എക്സാമ്പിൾ, ചോദിക്കാൻ ഒരാളുടെ മോനെ എന്ന് TC ആകും, എന്നപ്പോ സീലിംഗ് അടിക്കണത്, ഒക്കെ സമയമായിക്കോളും. ഈ ഉത്തരം എന്തുകൊണ്ട് നമുക്ക് പറയാൻ കിട്ടുന്നില്ല. താൻ എന്ന് സീലിംഗ് അടിക്കും, എന്നപ്പോ എന്റെ ബെൻസ് ഇറങ്ങുക, അല്ലെങ്കിൽ എന്ന് എന്റെ BMW ഇറങ്ങും, എന്ന് നീ ഡയമണ്ട് ആകും, എന്ന് നീ ITC ആകും എന്നതിന്റെ ഉത്തരം ഒരാൾക്കേ പറയാൻ പറ്റുള്ളൂ, അയാൾക്ക് ITC ആവണം എന്നുള്ള പ്ലാനും കൂടി ഉണ്ടെങ്കിൽ. സോ വാട്ട് എന്നതും വൈ എന്നതും വെൻ എന്നതും ഒക്കെ നമ്മൾ അറിയില്ല, കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന സാധനം. സോ നിർബന്ധമായിട്ടും നമ്മൾ വൈ ഫാക്ടർ സെറ്റ് ചെയ്യുന്നതിലെ പ്രധാനപ്പെട്ട ഘടകമാണ്. നമുക്ക് ആദ്യമേ അറിയണം താൻ എവിടേക്കാ പോകുന്നത്. അപ്പൊ എപ്പോഴാ പോകേണ്ടത്, എപ്പോഴാ എത്തേണ്ടത് എന്നുള്ള ഉത്തരം കൂടി കിട്ടും. എവിടേക്ക് എത്തണം എന്നതിന്റെ ഉത്തരം അറിയുന്നവൻക്ക് എപ്പോൾ എത്തണം എന്നതിന്റെ ഉത്തരം കിട്ടുന്നുള്ളൂ. സോ നിർബന്ധമായിട്ട് ഒരു പ്ലാൻ ഉണ്ടാകുക. എപ്പോഴും നമുക്ക് ഗോൾസ് സെറ്റ് ചെയ്തിരിക്കണം. അതാണ് എൻഡ് ഇൻ മൈൻഡ് എന്നുള്ള കാര്യം. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ ജീവിതം തന്നെ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ, ഇരുകാലി മൃഗമായിട്ട് ജീവിച്ച് 2 മീസാങ്കലിന്റെ താഴത്തോ ശവപ്പറമ്പിൽ എരിയപ്പെടുന്നതോ ആകുന്നതല്ലല്ലോ നമ്മുടെ ജീവിതം. നമ്മുടെ ജീവിതം കൊണ്ട് ഒരു അർത്ഥം വേണ്ടത്. മസ്റ്റ് ബി എ മീനിങ് ഫോർ ദ ലൈഫ്. ഓക്കെ, നമ്മുടെ ജീവിതത്തിന് ഒരു അർത്ഥം വേണം. ഈ അർത്ഥം നമ്മൾ ഇപ്പൊ സെറ്റ് ചെയ്യണം. അതേപോലെ മൈ ലൈഫിന് ഒരു അർത്ഥം സെറ്റ് ചെയ്യണം. വേണ്ട, നമ്മൾ ഇവിടുന്ന് ഒരു ടൂർ പോകുന്ന സമയത്ത് കാസർഗോട്ടേക്കോ കണ്ണൂരിലേക്കോ, അതല്ലെങ്കിൽ നമ്മൾ കൊടൈക്കനാലിലേക്കോ, അതല്ലെങ്കിൽ നമ്മൾ എന്താ പറയാ ഗോവയിലേക്കോ, എവിടേക്കാണ് നമ്മൾ ടൂർ പോകുന്നത്. അപ്പൊ നമുക്കൊരു കറക്റ്റ് പിക്ചർ ഉണ്ട്. അടുത്ത ഞായറാഴ്ച ഞങ്ങൾ ടൂർ പോകുന്നുണ്ട്, രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്, രാത്രി അവിടെ എത്തും, അങ്ങനെ റൂം എടുക്കും. ഈ പ്ലാൻ ഇല്ലേ? ഇതേപോലെ മൈ ലൈഫിലെ ഈ പ്ലാൻ എവിടെയാ? എന്നാ വെരി സ്റ്റാർ, എന്നാ വെരി ഡബിൾ സ്റ്റാർ, എന്നാ സീലിംഗ്, എന്നാ ITC, എന്നാ TTC. ഈ സാധനങ്ങൾക്ക് ഒരു ഉത്തരം നമുക്ക് വേണം. അതല്ലാതെ അതും അപ്ലൈൻ ഉണ്ടാക്കി തെറ്റെന്നുള്ള ലെവലിൽ വരരുത്. നമ്മൾ ജയിക്കണം എന്നാ നമുക്ക് എപ്പോഴും ഈ ചിന്താഗതി സ്റ്റാർട്ട് വിത്ത് എൻഡ് ഇൻ മൈൻഡ് എന്നുള്ള കാര്യം. സോ ഐ ലുക്ക് ഫോർ വേസ് ടു ബി എ ഗുഡ് സിറ്റിസൺ. നല്ല ആളാകാൻ വേണ്ടിയുള്ള എല്ലാ കാര്യം ഞാൻ ചെയ്യുന്നുണ്ടായിരിക്കും. നമ്മൾ ബിഗിൻ എൻഡ് ഇൻ മൈൻഡ് പറയുന്ന സമയത്ത് പ്രധാനമായിട്ട് ഇതൊക്കെയാണ്. ആ കാര്യങ്ങൾ നമ്മൾ ആ സ്ക്രീനിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ വായിച്ചു പറയുമ്പോൾ സമയം പ്രയാസമാണ്. നമുക്കറിയാൻ പറ്റും, ഈ ഭൂമിയിൽ ഒരു വസ്തു 2 പ്രാവശ്യം ഉണ്ടാകും. ഒന്ന് നമ്മുടെ തലച്ചോറിനകത്ത്, മറ്റൊന്നാണ് പിന്നെ ഭൂമിയിൽ ഉണ്ടാകുന്നത്. സോ സീരിയസ്ലി ഭൂമിയിൽ ഒരു വസ്തു വരുന്നതിന് മുമ്പ് തലയിൽ വരേണ്ടതുണ്ട്. അതാണ് ബിഗിൻ വിത്ത് എൻഡ് ഇൻ മൈൻഡ് എന്ന് പറയുന്നത്. നമ്മുടെ മൈൻഡിനകത്ത് ആ പിക്ചർ ആദ്യം വരണം. നമുക്ക് ബെൻസ്
നമ്മുടെ തലച്ചോറിനകത്ത് വന്നാലേ അത് പോർച്ചിൽ വരുള്ളൂ. നമ്മളുടെ സീലിംഗ് നമ്മൾ എൻജോയ് ചെയ്യാൻ തുടങ്ങിയാലേ നാളെ ആ സീലിംഗ് നമുക്കുള്ളൂ. അതല്ലാതെ തന്നെ നമുക്കേ വിശ്വാസമില്ലാത്ത സാധനം നമ്മളെ ഡൗൺലൈന് ക്ലാസ് എടുത്ത് കൊടുത്തുകൊണ്ട് അതിലൂടെ അടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് പൊട്ടത്തരാണ്. നമുക്ക് ആദ്യം തോന്നാൻ ഞാൻ സീലിംഗ് അടിക്കും, ഞാൻ TC ആകും, ഞാനും ഇതേപോലെ ഒരു നാൾ ITC ആകും, ഇതേപോലെ വലിയൊരു BOP എന്റെ അണ്ടറിൽ ഉണ്ടാകും, അത് ലോകത്തിന്റെ പല ഭാഗത്തുണ്ടാകും എന്ന് എനിക്കെന്ന് തോന്നുന്നുവോ അന്ന് തൊട്ട് തന്നെയാ എനിക്ക് ഈ സാധനം വരുന്നുള്ളൂ. അല്ലാതെ നമ്മൾ ചിന്തിക്കുന്നത് എനിക്ക് വിശ്വാസം ഇല്ലെങ്കിലും കുഴപ്പമില്ല, വിശ്വാസമുള്ളവരെ ഞാൻ താഴത്ത് ഉണ്ടാക്കാൻ നടക്കുകയാണെന്ന് പറഞ്ഞാൽ, പണ്ട് മമ്മൂട്ടി സിനിമ പറഞ്ഞാൽ സ്നേഹം കിട്ടിയവനക്കേ കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ പോലെ തനിക്ക് വിശ്വാസം ഉള്ളതേ മറ്റൊരാൾക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ഇല്ലാത്ത സാധനം എങ്ങനെ കൊടുക്കാൻ പറ്റാം? സോ ഇറ്റ് സ്റ്റേറ്റ് ദാറ്റ് വി ഡിസൈഡ് ദ ഡയറക്ഷൻ ഓഫ് ലൈഫ്. നമ്മുടെ ജീവിതത്തിന്റെ ഡയറക്ഷൻ തീരുമാനിക്കാൻ പടച്ചോൻ അതിന്റെ ചിത്രം വരയ്ക്കാനുള്ള മനസ്സോർ പറയുന്ന ഒരു വാക്കുണ്ട്, നിന്റെ വിധി എഴുതാനുള്ള പേന നിന്റെ കൈക്കല്ല ദൈവം തന്നത്. അത് ആരാന്റെ കൈക്ക് കൊടുത്തതിന് നിന്റെ വിധി എഴുതുന്ന പറയുമ്പോ അവിടെ ആ പൊട്ടത്തരം. അയൽവാസി പറയും നീ എന്തിനാടാ ഈ ബിസിനസ് ചെയ്യുന്നത്? അപ്പൊ മറ്റുള്ള ആൾക്കാർ കളിയാക്കിയിട്ട് കുടുംബക്കാർ പറയും എന്നെ കൊണ്ട് വല്ല വട്ടുണ്ടോ പെണ്ണെ, നീ ഒരു സാരി എന്നല്ലേ, ഫർദയിട്ടയാളല്ലേ, അതല്ലെങ്കിൽ 60 വയസ്സായില്ലേ 50 വയസ്സായില്ലേ, എനിക്ക് വട്ടാണോ, നീ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനല്ലേ, ഗൾഫിൽ നല്ല ജോലിയില്ലേ, ഇതൊക്കെ നാട്ടുകാർ പറയും. ഇതിനാ നാട്ടുകാരെ ചിത്രം വരയ്ക്കുന്നത്. നമ്മൾ ബിസിനസ്മാന്റെ ഒറ്റ ചോദ്യമുള്ളൂ, ദിൽസേ കഹത്തും ദിൽക്കി സുനത്തും, ഹൃദയത്തോട് ചോദിക്കുക, ഹൃദയത്തിന് ഉത്തരം ഉണ്ടാക്കുക. ഓക്കെ, സോ ഇത് ഫുള്ള് വായിക്കാൻ സമയമല്ല, ഇത് അതിനെക്കാട്ടും ഒരു കുറച്ചും കൂടി കുത്തിക്കണീസുള്ള സ്ലൈഡാണ്, പിന്നെ പറയാം. സോ മൂന്നാമത്തെ കാര്യം, പുട്ട് ഫസ്റ്റ് തിങ് ഫസ്റ്റ്. ആദ്യത്തെ കാര്യം ആദ്യം ചെയ്യാന്നുള്ളതാണ്. നമ്മുടെ പ്രശ്നം എന്താണ്? എവിടെ ചെയ്യണം എന്നുള്ള നമുക്കൊരു പിടുത്തം ഉണ്ടാവില്ല. രാവിലെ നേരം വെളുത്തിട്ടായിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നത്, ഇന്നിപ്പോ ഇവിടെ വർക്ക് എന്നൊക്കെ ചോദിക്കുന്നത്. ഈ സാധനമൊക്കെ നമ്മൾ ശരിക്കും ഷെഡ്യൂൾഡ് ആണ് എന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമുണ്ടാവില്ലായിരുന്നു. നമുക്കൊരു ടു ഡു ലിസ്റ്റ് മസ്റ്റ് ആയിരുന്നു. നാളെ എന്ത് ചെയ്യണം, മറ്റേത് എന്ത് ചെയ്യണം, ഇതുണ്ടാവില്ല. രാവിലെ പിറ്റേന്ന് വിളിച്ചിട്ടാണ് നമുക്ക് തീരുമാനം ഉണ്ടാക്കുന്നത്. അവിടെ പ്രധാനമായിട്ടും നമ്മൾ പറയുന്നത് നമ്മുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് നടക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് മുമ്പിൽ പ്രധാനപ്പെട്ട 4 സാധനങ്ങളാണുള്ളത്. ടൈം മാനേജ്മെന്റിന്റെ മാട്രിക്സ് എന്ന് പറയുന്നത് 4 കാര്യങ്ങളാണ്. അതായത് ഒന്ന് അർജന്റ് ആൻഡ് ഇമ്പോർട്ടന്റ് ആയ കാര്യം, മറ്റൊന്ന് അർജന്റ് ആണ് പക്ഷെ നോട്ട് ഇമ്പോർട്ടന്റ് ആയിരിക്കാം, മറ്റൊന്ന് നോട്ട് അർജന്റ് ആണ് പക്ഷെ ഇമ്പോർട്ടന്റ് ആണ്, പക്ഷെ നോട്ട് അർജന്റ് ആണ് നോട്ട് ഇമ്പോർട്ടന്റ് ആണ്. അതായത് 4 സാധനം അർജന്റ്, നോട്ട് അർജന്റ്, ഇമ്പോർട്ടന്റ്, നോട്ട് ഇമ്പോർട്ടന്റ്. എന്നിട്ട് ഇതിനെ ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്താൽ മതി, ഒരു എന്താ പറയാ ഇതിലേക്ക് പെർമ്യൂട്ടേഷൻ ലെവലിൽ ചെയ്യുന്ന പോലെ ഒന്ന് സെലക്ട് ചെയ്താൽ. ഉദാഹരണം ഞാൻ ഒന്ന് പറയാം. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് ക്വാഡ്രന്റ് എന്ന് പറഞ്ഞാൽ അർജന്റ് ആൻഡ് ഇമ്പോർട്ടന്റ്. ഒരു കാര്യം വെരി അർജന്റും ആണ് വെരി ഇമ്പോർട്ടന്റ് ആണെങ്കിൽ അത് അപ്പൊ തന്നെ ചെയ്തിരിക്കണം, അത് നമ്മൾ നാളേക്ക് മാറ്റി വെക്കരുത്. മറ്റൊരു കാര്യമുണ്ട് നോട്ട് അർജന്റ് ആണ്, അർജന്റ് ഒന്നുമല്ല പക്ഷെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ്, അത് നമ്മൾ പ്ലാൻ ചെയ്യാം മറ്റൊരു സമയത്ത്, കാരണം അത് അന്നേരത്തെ ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. അതേ സമയത്ത് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ കാണിച്ചിരിക്കുന്നത് നമ്മുടെ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മുടെ അർജന്റ് ആണ് പക്ഷെ നോട്ട് ഇമ്പോർട്ടന്റ് ആണ്. ഇത് വിശദീകരിക്കേണ്ട ഒരു ദിവസത്തെ ക്ലാസ് ആവശ്യമുള്ളതാണ്. ഇതിനൊക്കെ ഉദാഹരണം വെച്ച് പറഞ്ഞാൽ പോലും എന്റെ സമയം അങ്ങ് പോകും എന്നതിനാൽ മാത്രമാണ് ഞാൻ പറയാത്തത്. മൈ ഡിയേഴ്സ്, നിങ്ങളെ ലീഡർമാര്, നിങ്ങളെ ഓരോ STC ലീഡർമാരും SPGയുടെ യഥാർത്ഥ എക്സിക്യൂട്ടീവ് പദവിയിരിക്കുന്ന ആൾക്കാർക്ക് ഇതൊക്കെ നന്നായിട്ട് അറിയുന്നതാണ്. ഒരിക്കലും നമ്മൾ ഈ ക്ലാസ്സിൽ മാത്രം കേൾക്കാൻ നിൽക്കേണ്ട. നിങ്ങൾക്ക് എന്ത് തിരിയാത്തുണ്ടെങ്കിലും നിങ്ങളെ മെന്റർ അതിന് ബെറ്റർ ആയ ഓപ്ഷനാണ്. അത് ദൈവം തീരുമാനിച്ചതാണ്. അവരോട് ചോദിക്കുക എന്തെങ്കിലും പുതിയ ആളുകൾ ഉണ്ടെങ്കിൽ. സോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അർജന്റ് ആണ് പക്ഷെ നോട്ട് ഇമ്പോർട്ടന്റ് ആണ്, ഡെലിഗേറ്റ്, അത് മാറ്റി വെക്കുക, നമ്മൾ അത് ചെയ്യേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ ഒരു അർജന്റും ഇല്ല ഒരു ഇമ്പോർട്ടന്റും ഇല്ല, അങ്ങനത്തെ സാധനമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, എലിമിനേറ്റ്, ഒഴിവാക്കി വിട്. ഉദാഹരണം, വെറുതെ മൊബൈൽ ഇങ്ങനെ തുടങ്ങിക്കൊണ്ടിരിക്കും, ഇത് കണ്ടിട്ട് നമുക്ക് എന്ത് കാര്യമുള്ളത്. അതേപോലെ തന്നെ നമ്മളൊരു വിഷയത്തിന് പോകാൻ, നമ്മളൊരു ഡൗൺലൈൻ അപ്ലൈ എന്തോ കാര്യത്തിന് പോകണം, അപ്പൊ റോഡ് സൈഡിൽ എന്തോ തിരക്കും തെല്ലാം നടക്കുന്നുണ്ട്. ഇതിന്റെ നടുവ് പോയിക്കാണ്ട് അയാൾ എന്താ പറയുന്നത്, ഇയാൾ എന്താ പറയുന്നത്, അങ്ങനെ ലാസ്റ്റ് അവിടുന്ന് ഇറങ്ങി വരുമ്പോൾ 1 മണിക്കൂർ ഉണ്ടാവും. ലാസ്റ്റ് അവർ നമ്മുടെ പ്രശ്നം സോൾവ് ആകും, പക്ഷെ നമ്മൾ ആ പ്രശ്നം സോൾവ് ആയിട്ടുണ്ടാവില്ല. നമ്മൾ എന്ത് ചെയ്യും, ആ വിഷയം കയറ്റി പിന്നെ വണ്ടിയിലിരുത്തി പിന്നെ 4 ദിവസത്തെ ചർച്ച തന്നെ ഈ കാര്യം. ഇങ്ങനെ നമുക്ക് വേണ്ടാത്ത സബ്ജക്ട് ചർച്ച ചെയ്തിട്ടും ആരാ നമ്മൾ ഇനി അടുത്ത അമേരിക്കൻ പ്രസിഡന്റ്, നമ്മൾ ഇനി അത് എന്താ കാട്ടാൻ, നമ്മൾ ഒരിക്കലും അതൊന്നും നമ്മൾക്ക് ഒരു അതുള്ള ഇൻഫ്ലുവൻസും ഇല്ലാത്ത മേഖലയാ. ഇതൊക്കെ ചർച്ച ചെയ്ത് സമയം ലോകോത്തര വാർത്തകൾ പറഞ്ഞ് സമയം കളയേണ്ട ഒരു ആവശ്യമില്ല. നമുക്ക് അർജന്റ് ആൻഡ് ഇമ്പോർട്ടന്റ് എന്താണെന്നുള്ള പ്ലാൻ നമ്മളേക്ക് ഉണ്ടാകുക. ഉദാഹരണമായിട്ട് വേറെ ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാറ് പറഞ്ഞു നിർബന്ധമായിട്ട് ലിസ്റ്റ് ബിൽഡ് ചെയ്യാം. ഇന്ന് അതേ സമയത്ത് തലേന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, തിങ്കളാഴ്ച നല്ല BOP കഴിഞ്ഞ് ഇങ്ങനെ ഉഷാറായിട്ടിരിക്കുകയാണ്, ചൊവ്വാഴ്ച ഫോളോ അപ്പ് നടത്താൻ 24 മണിക്കൂറിൽ. പക്ഷെ അന്ന് ലീഡർ എന്ത് പറഞ്ഞിരിക്കണം, ഇനി സീരിയസ്ലി ലിസ്റ്റൊക്കെ ബിൽഡ് ചെയ്യണം കേട്ടോ. തിങ്കളാഴ്ച കഴിഞ്ഞ് ചൊവ്വാഴ്ച ലീഡർ വിളിച്ച പറയണം, സാറേ ഞാൻ രാവിലെ തന്നെ കുളിച്ച് ഫ്രഷ് ആയിട്ടിരിക്കണം, എന്താ ലിസ്റ്റ് ഞാൻ ബിൽഡ് ചെയ്യണം. അവിടെ അതല്ല പണി, അയാളെ ടീമിൽ ആരോ വന്നിട്ടുണ്ട് തലേന്ന്, അയാളെ പോയിട്ട് അപ്പം തന്നെ 24 മണിക്കൂർ ഫോളോ അപ്പ് ചെയ്യണം. ആ അർജന്റ് ഇമ്പോർട്ടന്റ്, മറ്റേത് ഇമ്പോർട്ടന്റ് അല്ലാത്തതുകൊണ്ടല്ല, അന്നേരത്തെ അർജന്റ് അല്ലാത്തതുകൊണ്ടാണ്. ലിസ്റ്റ് ബിൽഡിൽ അന്നേരത്തെ അർജന്റ് അല്ല ഇമ്പോർട്ടന്റ് ആണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഉദാഹരണങ്ങൾ സെറ്റ് ചെയ്ത് വരിക, എല്ലാത്തിനും നിങ്ങളെ ലീഡർമാർ സഹായിക്കുന്നുണ്ടാകും. എന്തായാലും ഈ ഫസ്റ്റ് പറഞ്ഞ 3 കാര്യം പ്രൈവറ്റ് വിക്ടറിയാണ്. നമ്മുടെ ഒരു വ്യക്തിപരമായ വിജയത്തെ കൂടുതൽ ഫോക്കസ്ഡ് ആണ്, സമ്പന്നമായ സോഷ്യൽ സക്സസ് ഇല്ലാത്തതുകൊണ്ടല്ല. 3 പ്രധാന കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു കഴിഞ്ഞു. ബി പ്രൊആക്റ്റീവ്, ബിഗിൻ വിത്ത് എൻഡ് ഇൻ മൈൻഡ്, അതുപോലെ പുട്ട് ഫസ്റ്റ് തിങ് ഫസ്റ്റ്. ഈ 3 കാര്യങ്ങൾ നമ്മുടെ ഒരു പ്രൈവറ്റ് വിക്ടറിയാണ്. 4ാമത്തെ കാര്യം തിങ്ക് വിൻ വിൻ. നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുക, വിൻ വിൻ പ്രൊജക്റ്റിലേക്ക് മാറുക. ഇതൊരു ബ്രോഡ് ആയിരിക്കുന്ന ഒരു മൈൻഡിന് ഉണ്ടാകുന്ന സാധനം. വിൻ വിൻ പ്രൊജക്റ്റിനെ ഞാനും വിജയിക്കണം അയാളും വിജയിക്കണം.
ഫോർ എക്സാമ്പിൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ തന്നെ ഇവിടെ പ്രധാനമായിട്ടും നമ്മളുടെ ഇമോഷനെ നമ്മൾ ഒരിക്കലും മറ്റൊരാളെ തോൽപ്പിക്കാനോ ജയിപ്പിക്കാനോ ഒന്നിനും നമ്മൾ കാരണത്താൽ മറ്റൊരു പ്രശ്നം ഉണ്ടാവാതെ നമ്മൾ നോക്കുക. നമുക്ക് നമ്മളെ ഇമോഷനെ ബാലൻസ് ചെയ്യാൻ പറ്റുന്നത് ഇമ്പോർട്ടന്റ് ഘടകമാണ്. അവിടെ തന്നെ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഈ വിൻ വിൻ പ്രോജക്റ്റിനകത്ത് പ്രധാനമായിട്ടും 4 പ്രധാന കാര്യങ്ങളാണ് ലോകം മുന്നോട്ട് വെക്കുന്നത്. ഒന്ന് വിൻ ലൂസ് പ്രോജക്റ്റ്, അതായത് ഞാൻ ജയിക്കും മറ്റൊന്ന് തോൽക്കും. മറ്റൊന്ന് വിൻ വിൻ, ഞാനും ജയിക്കും, അതായത് അപ്ലൈനും ജയിക്കും ഡൗൺലൈനും ജയിക്കും, അല്ലെങ്കിൽ കമ്പനിയും ജയിക്കും മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റും ജയിക്കും. ഈ പ്രൊജക്റ്റ് ആണ് പച്ച കത്തിയ ലൈറ്റ് ആണ് ഏറ്റവും പ്രധാനം. വേറൊന്നാണ് ലൂസ് ലൂസ്, ഞാനും തോൽക്കും അയാളും തോൽക്കും. മറ്റൊന്ന് ലൂസ് വിന്ന്, അതായത് ഞാൻ തോൽക്കും മറ്റോൻ ജയിക്കും. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കേണ്ടത് എപ്പോഴും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിൻ ലൂസ് എന്ന് പറയുന്നത് ഹൈ ആൻഡ് ലോ, അതായത് ഹൈ കറേജിലാണ്, ലോ കൺസിഡറേഷൻ ആണ്. 2 പ്രധാന കാര്യം വരുന്നുണ്ട്. കറേജ് ആൻഡ് കൺസിഡറേഷൻ എന്ന് പറയുന്ന ഒരു എന്താ പറയാ പാരാമീറ്റർ വെച്ചിട്ടാണ് ഇത് നമുക്ക് ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ വിശദീകരിക്കാൻ പറ്റുന്നുണ്ടാവുള്ളൂ. നമ്മൾ എന്തായാലും ചെയ്യാനുള്ള ഭാഗം മാത്രം, അതിന്റെ ബാക്കിയൊക്കെ നിങ്ങളാണ് മറന്നേക്ക്. ഒന്നെന്താന്ന് വെച്ചാൽ വിൻ വിൻ, ഞാനും ജയിക്കണം എന്റെ ഡൗൺലൈനും ജയിക്കണം. അങ്ങനത്തെ ഒരു സാധനത്തിലേക്ക് നമ്മൾ ബിസിനസിനെ കൺവേർട്ട് ചെയ്യുമ്പോൾ അങ്ങനെ സംസാരിക്കാം. അതല്ലാതെ ഇവിടെ ഇങ്ങനത്തെ സ്ഥലത്ത് നമ്മൾ ചെയ്യുന്ന മെയിൻ കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഇവിടെ ഒരിക്കലും നമ്മൾ ലീഡേഴ്സിനെ മിസ്യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ അതൊക്കെ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. അതായത് ഞാൻ വെറുതെ ലീഡർമാരുടെ പരാതി പറഞ്ഞ് സാറേ അങ്ങോട്ട് ഇങ്ങോട്ട്. ഇപ്പൊ ഉദാഹരണമായിട്ട് ചില ആൾക്കാരൊക്കെ പറ്റാറുണ്ട്, സാറേ എനിക്ക് ഒരുപാട് സംശയമുണ്ട്, അങ്ങനെ 10-500 സംശയം ചോദിക്കും. ഉത്തരൊക്കെ അപ്ലൈന് ചങ്കര വെള്ളം പറ്റിച്ച് കൊടുക്കുന്നുണ്ടാവും. പക്ഷെ ലാസ്റ്റ് പിന്നെ എന്താ വെച്ചാല് സാറെ സംഗതിയൊക്കെ നിങ്ങൾ പറഞ്ഞ ശരിയാണ്, പക്ഷെ ഇപ്പൊ എനിക്ക് നേരമില്ല. ഇത് പറയാനാണെന്നുണ്ടെങ്കിൽ അവൻ ചോദിക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എപ്പോഴും ചിന്തിക്കണം, നമ്മളെ മുമ്പിലേക്ക് വരുന്ന പ്രോസ്പെക്റ്റിനോട് നമ്മൾ ശരിക്കും ചോദിക്കണം, സുഹൃത്തെ എല്ലാ ചോദ്യത്തിനും ഉത്തരം നമുക്കുണ്ട്, ഈ ഉത്തരം കിട്ടിയാൽ നിന്റെ നിലപാട് എന്താണ്, അതും കൂടി ഇപ്പോൾ ആയി പറഞ്ഞാൽ ഇത് നമുക്ക് കൃത്യമായിട്ട് അങ്ങനെയാകുമ്പോൾ സമയം ലാഭിക്കാൻ പറ്റും. മറ്റേ നമ്മൾ എന്താ ചെയ്യുന്നറിയോ, നമ്മൾ ഈ എന്താ പറയുക വാർത്താ വായനയുടെ ആളായിട്ട് മറന്നുണ്ടാവും. എന്ത് ചോദ്യം ചോദിച്ചാലും എനിക്ക് ഉത്തരം കിട്ടും, ഞാൻ മഹാസംഭവം. ഇതുകൊണ്ട് നമ്മളെ സമയം പോയി കിട്ടുള്ളൂ. നേരെ മറിച്ച് അദ്ദേഹത്തിന്റെ ആറ്റിറ്റ്യൂഡ് എന്താണ്, നീ ഇത് കഴിഞ്ഞിട്ട്, അതായത് നമ്മൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് അദ്ദേഹം വിസ കൈക്കെ പിടിച്ച് നിൽക്കുന്ന മനുഷ്യനാണ്. അദ്ദേഹം പോകുന്ന 100% തീരുമാനിച്ചാണ്. പിന്നെന്താ, ഒരു രസം ചോദിക്കുക. ഇങ്ങനെയൊക്കെയുള്ള കുറെ പ്രോസ്പെക്റ്റുകൾ നമ്മളെ മുമ്പിൽ വരും. കാര്യവും സമയവും അറിഞ്ഞിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാൻ. സോ വിൻ വിൻ എന്ന് പറയുന്നത് നമ്മളും ജയിക്കുക, ഡൗൺലൈനും ജയിക്കുക, മറ്റൊരാൾ തോറ്റുകാണ്ട് നമ്മൾ ജയിക്കണ്ട, അതേപോലെ തന്നെ ഞാൻ തോറ്റുകാണ്ട് അയാൾ ജയിക്കും വേണ്ട. ചില ആൾക്കാർ അങ്ങനെ വലിയ വിശാല മനസ്സുണ്ട്. അതായത് എനിക്ക് ബിസിനസ് ഒന്നും ആവശ്യമില്ല, എന്നിട്ട് തുടക്കത്തിൽ എന്ത് ചെയ്യുന്ന അറിയോ, വണ്ടി എടുക്കലുണ്ടാകും, ബില്ല് കൊടുക്കൽ, ഹോട്ടലിൽ കയറിയ ഫസ്റ്റ് ബില്ല് കൊടുക്കും, ഭയങ്കര സംഭവിക്കാരം. അതായത് നമ്മൾ അതിനെ ഞങ്ങളെ നാട്ടിൽ പച്ചമലയാളത്തിൽ മേമുട്ടിയാകാന്നൊക്കെ പറയും. എന്ന് വെച്ചാൽ വലിയൊരു സംഭവമായിട്ട് നിൽക്കുക എന്നർത്ഥം. ലാസ്റ്റ് ഒരു DTC ഒക്കെ ഇയാളായി ഡൗൺലൈൻ, ഇയാൾ ചിലപ്പോൾ GC ആയിട്ടുണ്ടല്ല, അന്ന് കുരു കൊട്ടാൻ തുടങ്ങും. അന്ന് എന്ത് പറയും, ഞാനല്ലേ അവനെ കൊണ്ടു നടന്നത്, എന്റെ വണ്ടിയിലല്ലേ അവൻ പോയിരുന്നത്, ഞാനല്ലേ ഫുഡിന്റെ ബില്ല് കൊടുത്തത്, ഞാനല്ലേ മഹാസംഭവം. ഇങ്ങനെ ഞാൻ എന്ന് പറയുന്ന ആ മഹാത്മാവിന്റെ വാതോരാത്തയുള്ള മഹിത ഗുണങ്ങൾ ഇങ്ങനെ പാടുന്നുണ്ടാകും. ആദ്യമേ ഇത് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. നമ്മളെ നെറ്റ്വർക്കിന്റെ സിസ്റ്റം പ്രകാരം എല്ലാം ഷെയർ ചെയ്യാൻ പറഞ്ഞല്ലോ. ആരെ സ്വന്തമായി വണ്ടി എടുത്തുകാണ്ട് വലിയ ആളാകാൻ പറഞ്ഞു. ഇങ്ങനത്തെ ഒരു പരിപാടിയും വേണ്ട. ഇതൊക്കെ ജീവിതത്തിൽ പ്രശ്നമാണ്. ഇങ്ങനെ ടീമിൽ ആരെങ്കിലും ഉഷാറായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാ ലീഡർമാരും ഉണർന്നിട്ട് പറയാം, ആ പരിപാടി വേണ്ട, നമ്മളിത് പരസ്പരം ഷെയർ ചെയ്തിട്ട് മതി. അങ്ങനെ ആകുമെന്നില്ല, നാളെ ഭാവിയിൽ തലവേദന ഇല്ല എന്നാണ് എപ്പോഴും നമ്മൾ പറയാറുണ്ട്. ഡൗൺലൈനിന്റെ ചെലവിൽ അപ്ലൈൻ സഞ്ചരിച്ചാൽ പോലും നാളെ തലവേദന എന്ന് പറയാറുണ്ട്. അത് വരാതിരിക്കുന്നതും നല്ലതാണ്. സോ സീരിയസ്ലി വിൻ വിൻ പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ അപ്പുറം ഇപ്പുറവും നമ്മുടെ ആരൊക്കെയാണോ നമ്മൾ ഈ ബിസിനസ്സിൽ വിശ്വസിച്ച് വന്നത് എല്ലാവരും വിജയിക്കണം എന്ന ഒരു വിശാലമായ മനസ്സ്, അവരാണ് ദൈവികമായ മനസ്സ്. സോ ഇതിനൊരു പ്രോജക്റ്റ് ഇവിടെ കാണിക്കുന്നത് 5 ഡയമെൻഷൻ ഓഫ് വിൻ വിൻ. നമ്മൾ വരുന്നതാണ് ക്യാരക്ടർ ലെവലിൽ. ക്യാരക്ടർ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ക്യാരക്ടർ മെച്ചപ്പെടുത്താം. ഈ വിൻ വിൻ പ്രൊജക്ട് ഉണ്ടെങ്കിൽ എന്തൊക്കെ വേണം, നല്ല ഇന്റഗ്രിറ്റി, ഒരു സത്യസന്ധതയും ഒരു ധർമ്മനീതിയും ബോധമൊക്കെ വേണം. അതുപോലെ തന്നെ നമ്മുടെ മെച്യൂരിറ്റി, അതുപോലെ അബണ്ടൻസ് മെന്റാലിറ്റി. ലോകത്ത് എല്ലായിടത്തും അബണ്ടൻസ് വരട്ടെ എന്ന് പറയുന്ന ഒരു വിശാലമായ മനസ്സ്, അവൻകൊക്കെ ഈ വിൻ വിൻ ഉണ്ടാവുള്ളൂ. അതല്ലാതെ മറ്റൊരു തന്നെ ജയം കാണുമ്പോൾ തന്നെ നമുക്ക് പണ്ടടക്കിയത് ആ ടീമിന് നന്നായിട്ട് ബിസിനസ് ഇറക്കുന്നത്, അവിടെ നല്ല RTC STC ഉണ്ട്, എന്റെ ടീം എന്താ ഇങ്ങനെ, എന്നിട്ട് ഞാൻ ഇങ്ങനെ ഒരു കണ്ണുകടിയോടെ നോക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മുടെ മാനസികമായിരിക്കുന്ന ഇന്നർ പീസ്, ആന്തരികമായ ശാന്തത നശിക്കുന്നുണ്ടാകും. ലോകത്ത് മനസ്സിലാക്കുക, വലിയ വിജയമുള്ള ആളുകൾക്ക് ഒരൊറ്റ പോയിന്റ് ഉണ്ടായിരുന്നു, ദാറ്റ് ഈസ് ദ ഇന്നർ പീസ് ക്യാൻ ക്രിയേറ്റ് വണ്ടർഫുൾ മാസീവ് സക്സസ്. മനസ്സ് ശാന്തമായവനിക്ക് വലിയ സക്സസ് ഉണ്ടാവുള്ളൂ. കാര്യം വലിയ ശാന്തമായ കടലിലോട്ടാണ് മുത്തും പവയും താഴത്തുള്ളത്. അതുകൊണ്ട് മനസ്സിലാക്ക്, മൈൻഡ് ഡിസ്റ്റർബ്ഡ് ആവാതിരിക്കാൻ എല്ലാവരുടെ വിജയത്തിലും നമ്മൾ മനസ്സറിഞ്ഞ് സന്തോഷിക്കാം, എല്ലാവരുടെ നന്മക്കും വേണ്ടിയും പ്രാർത്ഥിക്കുക. ദാറ്റ് ഈസ് ക്യാരക്ടർ. മറ്റൊന്നാണ് റിലേഷൻഷിപ്പ്. നല്ല ബന്ധം ഉണ്ടായിരിക്കുക. ആ ബന്ധം തന്നെ എന്താണ്, ഫ്രം ട്രാൻസാക്ഷണൽ ടു ട്രാൻസ്ഫോർമേഷണൽ എന്ന് പറഞ്ഞ ഒരു സാധനം. എന്താ ട്രാൻസാക്ഷണൽ എന്ന് പറഞ്ഞാൽ, ഒരു അഭിനയ ബന്ധങ്ങളിൽ നിന്ന് എന്റെ ഇടപെടലുകൾ കാരണത്താൽ അവന്റെ വിജയവും എന്റെ വിജയവും സാധ്യമാകട്ടെ, ആ ലെവലിലായിരിക്കണം. അതല്ലാതെ ബന്ധങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ബന്ധം ഉണ്ടാക്കുക, അങ്ങനെ ആവരുത്. വിജയിപ്പിക്കാൻ വേണ്ടി ബന്ധം ഉണ്ടാക്കണം. ആ ബന്ധത്തിന് വേണ്ട അർത്ഥങ്ങൾ ഉണ്ടാവരുത്. 100% നമ്മൾ മനസ്സറിഞ്ഞ് സ്നേഹിച്ചിട്ട് ഞാൻ കാരണം അവർക്കും വേണം വിജയം, എനിക്കും വേണം വിജയം എന്ന ഉത്തമ ബോധ്യത്തോടെ ബന്ധം ഉണ്ടാക്കാൻ വേണ്ടിയാവണം. മറ്റൊന്ന്, നമ്മൾ ഉദാഹരണമായിട്ട് ഇതൊക്കെ ഈ വിഷയമൊക്കെ എവിടെ നോക്കണം, നമ്മൾ മെന്ററിങ്ങിന്റെ വിഷയത്തിൽ പ്രധാനമാണ്. ഞാൻ മെന്ററെ അടുത്ത് പോയി എന്ന് അറിയാൻ വേണ്ടി ഫോട്ടോ ഇടാൻ വേണ്ടി മെന്ററിന്റെ അടുത്ത് പോകേണ്ട ആവശ്യമില്ല.
ഞാൻ അപ്ലൈനെ സ്വീകരിക്കുന്നു എന്ന് വാട്സപ്പിലൂടെ ഫോട്ടോ ഇടാൻ വേണ്ടി പോകേണ്ട ആവശ്യമില്ല. എന്റെ അപ്ലൈനെ എനിക്ക് എത്ര സ്വീകരിക്കാൻ പറ്റുന്നുണ്ട്? ഒരു സിറ്റിംഗ് കൊണ്ട് ഞാൻ 1 ലക്ഷം ബിസിനസ് വോളി ഉണ്ടാക്കും. അതല്ലെങ്കിൽ ഈ മെന്ററിംഗ് കഴിഞ്ഞാൽ എന്റെ അടുത്ത റാങ്ക് വരെ എനിക്ക് അടുത്ത മെന്ററിംഗ് വേണ്ടി വരില്ല. ഇങ്ങനെയൊക്കെ മെന്ററിംഗിന് ഇരിക്കുമ്പോഴത്തെ കാര്യമുള്ളൂ. അല്ലാതെ സാറേ തിങ്കളാഴ്ച ഒരു മെന്ററിംഗ്, ചൊവ്വാഴ്ച അടുത്ത മെന്ററിംഗ്, ബുധനാഴ്ച അടുത്ത മെന്ററിംഗ്, ലാസ്റ്റ് മെന്റർക്ക് ഈ മെന്ററിംഗ് നടത്താനേ നേരുള്ളൂ. ഈ ജാതി പിരാന്തും ഇതിൽ ശരിയല്ല. മറ്റൊന്നാണ് അഗ്രസീവ്നെസ്. നമുക്ക് എപ്പോഴും മനോ സാർ ഒരു പിക്ചറിൽ കാണിച്ചൊന്ന് ഓർമ്മ ഉണ്ടായിരിക്കും. ഒരു നമ്മളെ ആ സൗണ്ട് ഉണ്ട്, SPGയുടെ സൗണ്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും. നമ്മൾ അന്ന് മാരിയറ്റ് ഹോട്ടലിൽ നിന്ന് പ്രവചിച്ചത്. നമുക്കൊരു എപ്പോഴും ഒരു നമ്മുടെ അഗ്രസീവ്നെസ് അല്ല കാണിച്ചത്, അഗ്രിമെന്റ് ആണ് കാണിച്ചത്. അഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ പദം പെട്ടെന്ന് സ്പീഡിൽ വായിക്കാതെ പോയതാണ്. അഗ്രിമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്, അതായത് ഞാൻ എന്ത് ചെയ്യേണ്ടതുണ്ട്, അതുപോലെ നീ എന്ത് ചെയ്തു തരേണ്ടത്, ഇതിനൊരു അഗ്രിമെന്റ്, നമുക്ക് എങ്ങനെയൊക്കെ കാര്യങ്ങൾ കൊണ്ടുപോകണം, ഒരു പരസ്പര ധാരണ. ആ പരസ്പര ധാരണക്കകത്തും ഒരു വിൻ വിൻ പ്രോജക്റ്റ് ഉണ്ട്. അതായത് അല്ലാതെ നമ്മൾ എന്തുണ്ട്, പണ്ട് സ്രാങ്ക് പറഞ്ഞാൽ സ്രാങ്ക് പറയും അതാണ്ട് കേൾക്കുക, സ്രാങ്ക് ചെയ്യും അതാണ്ട് കണ്ടോളുക. അങ്ങനെ ആവരുത്. നമ്മളൊരു ഓർഗനൈസേഷൻ തിങ്ക് ചെയ്യുന്ന സമയത്ത് 100% എന്താ നിനക്ക് പറയാനുള്ളത്, നീ പറയും സുഹൃത്ത്, ഞാൻ ഒന്ന് കേൾക്കട്ടെ, ഒന്ന് ശരിക്ക് എന്നിട്ട് അതിനെ മനസ്സിലാക്കിയെടുത്ത് പ്രൊആക്റ്റീവ് ആയിട്ട് ചിന്തിച്ചിട്ട് വേണം ആ കാര്യങ്ങൾ ചെയ്യാൻ. അല്ലാതെ നീ ഒന്നും ഇങ്ങോട്ട് വരണ്ട, ഞാൻ ആണ്ട് പറയും, ഞാൻ എന്താ പറഞ്ഞത് സ്വന്നത് ചെയ്യുക, ആ ലെവലിൽ പോകരുത്, ശരിയല്ല. സോ പ്രോസസ്. മറ്റൊന്നാണ് നമുക്കൊരു തേർഡ് ആൾട്ടർനേറ്റീവ് ഉണ്ടാക്കുന്നത്. അതായത് നമ്മൾ രണ്ടുപേര്, അതായത് ഒരു അപ്ലൈനും ഡൗൺലൈനും തമ്മിൽ എന്തെങ്കിലും കോൺട്രാഡിക്ഷൻ വരികയോ പ്രയാസങ്ങളോ വന്നാൽ ഒരു തേർഡ് പാർട്ടി ഉണ്ടാകുന്നത് നല്ലതാണ്. അവരോട് ചോദിക്കുക, സാറേ ഞങ്ങൾ തമ്മിൽ ഇങ്ങനത്തെ ഒരു ഇഷ്യൂസ് ഉണ്ട്, അല്ലാതെ നമ്മൾ തമ്മിൽ തെറ്റിയെന്നൊരു കാര്യമൊന്നുമില്ല. അപ്പൊ തന്നെ ഞാൻ പറഞ്ഞ കാര്യം എന്റെ ഡൗൺലൈന് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും എന്റെ അപ്ലൈൻ്റെ എടുത്ത് പോകണം, എന്നിട്ട് ഈ കാര്യങ്ങൾ സോൾവ് ചെയ്യണം. സാർ ഇങ്ങനെ ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ഡീൽ ചെയ്യാൻ പറ്റും? അതും നമ്മൾ പോകുന്നത് നമ്മുടെ മനസ്സ് തുറന്നിട്ടാണ്. അതല്ലാതെ ഈ പോണതും എന്തിനായി മാറരുത്, പോയി എന്ന് പറയാൻ വേണ്ടി പോകരുത്. ഓക്കെ, ദെൻ സപ്പോർട്ടിങ് സിസ്റ്റം ആണ് മൂന്നാമത്. സോ നെക്സ്റ്റ് വൺ ആണ് അഞ്ചാമത്തെ കാര്യം. നമുക്ക് 2 കാര്യം കൂടി പറഞ്ഞാൽ കഴിയുന്നുണ്ടാകും, റിയലി സമയം എടുക്കുന്നുണ്ടാവില്ല. ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പെടാൻ പറ്റാത്തതുണ്ട് എന്നുള്ളത് ഞാൻ റിയലി ഹംബ്ലി നിങ്ങളോട് സോറി പറയാണ്. കാര്യം അത്രയും പ്രധാനപ്പെട്ട സബ്ജക്റ്റുകൾ ഇതൊക്കെ നിങ്ങളെ ലീഡർമാർ പറഞ്ഞിരും, ഞാൻ വീണ്ടും പറയും. സീക്ക് ഫസ്റ്റ് ടു അണ്ടർസ്റ്റാൻഡ് ദെൻ ടു ബി അണ്ടർസ്റ്റുഡ്. 2 പ്രധാന കാര്യം. നമുക്ക് ലോകത്ത് വിന്നേഴ്സ് ആയിരിക്കുന്ന ആൾക്കാർക്കൊക്കെ പറയാം ആക്റ്റീവ് ലിസണേഴ്സ്. ഈ പദം നമ്മൾ ഓർത്തു വെക്കേണ്ടതാണ്. ലോകത്ത് വിജയിച്ച മുഴുവൻ ആളുകളും ആക്റ്റീവ് ലിസണേഴ്സ് ആണ്. അവര് മനസ്സറിഞ്ഞ് എന്ത് ചെയ്യുന്ന ആൾക്കാരാണ്, 100% കേൾക്കുന്ന ആൾക്കാരാണ്. എന്നിട്ടാണ് അവർ കാര്യങ്ങൾ പറയാം. അതല്ലാതെ പറഞ്ഞുകൊണ്ട് തുടങ്ങുമ്പോൾ തന്നെ ഈ അല്ലേ പറയണത്, എനിക്ക് നന്നായിട്ട് അറിയാം, ഈ ഉണ്ടാതിരുന്നോ, എന്താ പറയാൻ പോണതും ഈ പറഞ്ഞതും 7 കൊല്ലം കഴിഞ്ഞിട്ട് പറയണതും എനിക്കറിയാം. ആ ലെവലൊക്കെ മാറ്റിയിട്ട് ചിലപ്പോൾ എന്തെങ്കിലും ഒരു പോയിന്റ് ഉണ്ടാകുന്നേ. ലോകത്ത് വിജയിച്ച ആളുകളൊക്കെ ലിസണേഴ്സ് ആയിരുന്നു എന്നത് ഇമ്പോർട്ടന്റ് ആണ്. കാര്യം നമുക്ക് 2 കാതുകളാണ്. ഇറ്റ് മീൻസ് ഒരുപാട് ലിസൺ ചെയ്യാം. നാവ് ഒന്നേ ഉള്ളൂ, പറയാനുള്ള അവയവം ഒന്നേ ഉള്ളൂ. ഇറ്റ് മീൻസ് ദാറ്റ് നമ്മള് 2 കാതുകളെ കൊണ്ട് കേൾക്കേണ്ടത്. അതിന്റെ 2 കാതും വലത്തും ഇടത്തും ഉണ്ട് എന്നാണ്. ശത്രുപക്ഷവും അതേപോലെ തന്നെ അനുകൂല പക്ഷവും. അതായത് ഒന്ന് വലത്തെ കാതാണ്, അത് നമ്മളുടെ റൈറ്റ് പാർട്ടീസ് ആണ്, മറ്റൊന്ന് ലെഫ്റ്റ് പാർട്ടീസ് ആണ്. അപ്പൊ നമ്മുടെ നെഗറ്റീവ് ആവട്ടെ പോസിറ്റീവ് ആവട്ടെ കേൾക്കാൻ മനസ്സ്, അതാണ് കാത് തുറന്നു നിൽക്കുന്നത്. നാവ് പൂട്ടിയിട്ടാണ്. എന്നിട്ട് എന്താ അറിയോ, ആവശ്യം ഉണ്ടെങ്കിൽ തുറന്നാൽ മതി എന്നാണ്. അതിനെ നമ്മൾ പല്ലിട്ട് ലോക്ക് ചെയ്ത്, ചുണ്ടിട്ട് ലോക്ക് ചെയ്ത്, നാവ് ലാസ്റ്റ് മതി എന്നാണ്. കാത് ഫുൾ ടൈം തുറന്നിട്ട് നിങ്ങൾ ആലോചിക്കുകയാണെങ്കിൽ ദൈവം പടച്ചു വെച്ച ഈ അവയവത്തിന്റെ ഉപയോഗ ശൈലി തന്നെ കാണിക്കണം. എന്താ അറിയോ, എപ്പോഴും കേട്ടുകൊണ്ടിരിക്കണം എന്നാണ്. പറയൽ ആവശ്യം ഉണ്ടെങ്കിൽ മതി എന്നാണ്. അതുകൊണ്ട് നാവ് ലോക്ക് ചെയ്ത്. സോ സീരിയസ്ലി സീക്ക് ഫസ്റ്റ് ടു അണ്ടർസ്റ്റാൻഡ് ദെൻ ടു ബി അണ്ടർസ്റ്റുഡ്. പ്രധാനമായിട്ടും ഞാൻ ആദ്യം മനസ്സിലാക്കാൻ ശ്രമിക്കുക, എന്നിട്ട് മതി നീ എന്നെ മനസ്സിലാക്കുന്നുള്ള മുദ്രാവാക്യങ്ങൾ അങ്ങനെയാണ്. കാര്യം ആദ്യം ലിസണേഴ്സ് ആണ്. സോ ഐ ആം കോൺഫിഡന്റ് ഇൻ നമ്മുടെ ഐഡിയകൾ എന്താണ്, നമ്മുടെ ഐഡിയയിൽ കാര്യങ്ങൾ നമുക്ക് അടുത്ത സ്ലൈഡ് കൊണ്ട് പറയാം. അതിന്റെ ഡെഫിനിഷൻ പറയുന്ന സമയത്ത് ആദ്യം നമ്മൾ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ 7 ഹാബിറ്റ്സിൽ നമുക്ക് വേണ്ടുന്ന പ്രധാനമായിട്ടാണ് RB എന്ന് പറയുന്നത്. അതായത് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ RB എന്ന് പറഞ്ഞാൽ റെസ്പോൺസിബിൾ ഒരു ബിസിനസ് അലയൻസ് എന്ന് പറയുന്ന സാധനമുണ്ട്. അതായത് നമ്മൾ എന്ത് സാധനം, ഒരു പ്രതിപക്ഷ ബഹുമാനം എന്ന് പറയുന്ന സാധനം ഉണ്ട്. നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും RBയെ ഫോക്കസ് ചെയ്യുന്നതാണ്. അതാണ് നമ്മുടെ റെസ്പോൺസിബിൾ ബിസിനസ് അലയൻസ് എന്ന് പറയുന്ന ഒരു കാര്യം. സോ സീരിയസ്ലി നമ്മളുടെ 6ാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ അങ്ങോട്ട് പറയുന്നതിന് മുമ്പ് ഡൗൺലൈൻസിന് എന്തെങ്കിലും പറയണം കേട്ടു കൊടുക്കുക, പ്രോസ്പെക്ടസിനെ നമ്മൾ കേട്ടു കൊടുക്കുക. നമ്മൾ കേറിയിട്ട് എന്ത് ചെയ്യേണ്ട, തൊള്ളയിലേക്ക് കസാലിട്ടിരിക്കാന്ന് പറഞ്ഞാൽ ആ ലെവലിൽ ചെയ്യേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തിന് എന്താ പറയാനുള്ളതെന്ന് കേൾക്കുക. എന്നാലേ നമുക്ക് പരിഹാരം പറയാൻ പറ്റുള്ളൂ. നമുക്ക് സെയിൽസ് ക്ലോസിംഗ് നടത്താനൊക്കെ ഏറ്റവും നല്ല ടെക്നിക്സ് ബി എ ഗുഡ് ലിസണർ, അതുപോലെ തന്നെ നമ്മളെ എന്താ പറയാ പ്രോബ്ലം സോൾവർ ആയി മാറുക, അല്ലെങ്കിൽ സൊല്യൂഷൻ ക്രിയേറ്റർ ആയി മാറുക. അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് ട്രിബിൾ ഷൂട്ടർക്കൊക്കെയാണ് ഒരു സെയിൽസ് ക്ലോസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. ഈ സാധനം ഫുള്ള് വായിക്കാനും സമയമില്ലാത്തതുകൊണ്ട് ഒഴിച്ചുവിടും. സോ ഹൗ ടു ലിസൺ മൈൻഡ്ഫുള്ളി, എങ്ങനെ നന്നായിട്ട് ശ്രദ്ധിക്കാന്നുള്ളതിന് ചില പോയിന്റുകളുണ്ട്. ഒരു മീറ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നമ്മളെ ഫോൺ ഒന്ന് മാറ്റി വെക്കുക, കമ്പ്യൂട്ടറൊക്കെ ഒന്ന് മാറ്റി വെക്കുക. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ ഐഫ്ലൈസ് ഒക്കെ നടക്കുന്ന സമയത്ത് നമ്മൾ വലത് കയ്യിൽ മീനും അതേപോലെ തന്നെ ഇടത്തെ കയ്യിൽ നമ്മളെ ദോശയും, ഇങ്ങനെ എല്ലാ പരിപാടി ഇതിന്റെ അടിയിൽ ഞാൻ ഇതും കൂടി ചെയ്യാന്ന് പറയുമ്പോൾ അത്രയ്ക്കും വലിയ ഐസക് ന്യൂട്ടന്റെ പേരെ കൂടിയും നമ്മൾ ആയിട്ടില്ലല്ലോ. അപ്പൊ നമ്മളൊരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ഫോക്കസ് അതിൽ തന്നെ ആവാൻ ഏറ്റവും നല്ലത് സ്മാർട്ട് ഫോണും കമ്പ്യൂട്ടറും നമ്മൾ എന്തൊക്കെയാണോ ഡിസ്റ്റർബ് ആക്കുന്ന സാധനം അതൊന്ന് മാറ്റി വെച്ച് മനസ്സറിഞ്ഞിട്ട് കേൾക്കുക.
അല്ല ചില ആൾക്കാരൊക്കെ ഐഫ്ലേസോ അല്ലെങ്കിൽ എന്തെങ്കിലും മീറ്റിംഗ് കേൾക്കുന്ന സമയത്ത് 2 പേരെ കുട്ടികൾ 2 മടിയിലും അങ്ങനെ ലാസ്റ്റ് ഉമ്മ വെക്കലും ചിരിച്ചലും കളിക്കലും പിന്നെന്താണ് രസകരമായിട്ട് ഇങ്ങനെ പോണാണ്. ഇതൊന്നും ശരിയായ വശമല്ല. എന്റെ ഡെസ്റ്റിനി മാറ്റാൻ വേണ്ടി അയാൾ അതാ സംസാരിക്കുന്നു. അയാൾ ഊണ് ഉറപ്പുവെച്ചു. ഇപ്പൊ ഇന്നലെ ഞാൻ ഈ സ്ലൈഡ് ഉണ്ടാക്കി തരുമ്പോ ഏകദേശം എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ രാത്രി 2 മണിയോടെ ആയിട്ടുണ്ടാവും ഏകദേശം. സോ ഇത്രയും റിസ്ക് എടുത്ത് ഓരോരുത്തരും ചെയ്യുമ്പോൾ ഇത് നമ്മുടെയൊക്കെ വിജയത്തിന് വേണ്ടി ഉണ്ടായതായിരിക്കാം എന്നൊരു വിശ്വാസത്തിലേക്ക് നമ്മൾ വരേണ്ടതുണ്ട്. സോ ഇൻ എ മീറ്റിംഗ് ഓർ ഡ്യൂറിങ് എ കോൺവെർസേഷൻ നമ്മൾ നിർബന്ധമായിട്ടും കംപ്ലീറ്റ് ഫോക്കസ്ഡ് ആയിരിക്കുക. ഡോണ്ട് ഇന്ററപ്റ്റ് എ സെന്റൻസ് ഓർ തോട്ട്. ഒരു സെന്റൻസ് പോലെ അടിച്ചു കയറി പറയാൻ നിൽക്കരുത്. അതൊരു പ്രധാന ഘടകമാണ്. മറ്റൊന്നാണ് ഇഫ് യു ഹാവ് ഐഡിയാസ് ആൻഡ് ക്വസ്റ്റ്യൻസ് മേക്ക് എ നോട്ട്. നമുക്ക് എന്തെങ്കിലും ചോദിക്കാനോ പറയാനുണ്ടെങ്കിൽ അതിനൊരു നോട്ടും ഐഡിയ ഒക്കെ നമ്മളെ കയ്യിൽ വേണം. അതല്ലാതെ എന്തൊക്കെയോ വാതുരത ചോദിക്കുക. നമ്മളിപ്പോ ഫോർ എക്സാമ്പിൾ നമ്മള് മെയിൻ പ്രശ്നം ചിലപ്പോ നമ്മുടെ അപ്ലൈനെ നമ്മൾ GTS എന്ന് കാണും. അതിന്റെ NTC ലീഡറാണ് അല്ലെങ്കിൽ RTC ലീഡറാണ്. അദ്ദേഹത്തോട് ചോദിക്കാനുള്ള കറക്റ്റായ പോയിന്റ് ഉദിച്ചത് നമുക്ക് BOP GTS ഉള്ളത് ശനിയാഴ്ച തന്നെ. പക്ഷെ ഈ ബുദ്ധി ഉദിച്ചത് അതിന്റെ തൊട്ട് മുന്നത്തെ വെള്ളിയാഴ്ചയാണെങ്കിൽ അന്ന് തൊട്ട് നോട്ട് ചെയ്യാം. എന്നിട്ട് ഞാൻ കാണുമ്പോൾ എനിക്ക് ചോദിക്കാൻ 3 ചോദ്യമുണ്ട് എന്ന ഉത്തമ രേഖ നമ്മളെ കയ്യിൽ വേണം. അല്ലാതെ നമ്മൾ ആ മീറ്റിങ്ങിന് പോയി ഞാൻ വിട്ടുപോയല്ലേ ചോദിക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ട് ഈ ഒരു തലവേദന നമുക്ക് പാടില്ല. എല്ലാം നോട്ട് ചെയ്തിട്ട് വേണം. അതേപോലെ തന്നെ അപ്ലൈന്റെ സമയവും നമുക്ക് പ്രധാനമാണ്. നമ്മൾ അപ്ലൈനെ നമ്മൾ വരദാനമായി കാണാം. അതല്ലാതെ ഞാൻ വിളിച്ചോട്ട് അപ്ലൈൻ വരേണ്ടതുണ്ടെന്നല്ല അപ്ലൈൻ നമ്മളെ പണിക്കാരനായിട്ട് ഉപയോഗിക്കാൻ അങ്ങോട്ട് ഞാൻ എന്തൊക്കെയോ ചോദിക്കാൻ എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ പറയാൻ ലാസ്റ്റ് ഞാനത് വായിപ്പിക്കാം. ഈ ലെവലിലേക്ക് നമ്മൾ അപ്ലൈനെ മിസ്യൂസ് ചെയ്താൽ നാളെ നമ്മൾ അപ്ലൈൻ ആകും. വിത്ത് പാകിയത് തന്റെ അപ്ലൈന് 8ന്റെ പണിയാണ് കൊടുത്തതെങ്കിൽ താനെന്ന അപ്ലൈന് നാളെ ഡൗൺലൈന് 64ന്റെ പണി തരുന്നുണ്ടാകുമെന്ന് വിശ്വസിക്കാം. അപ്പൊ എപ്പോഴും നമ്മൾ നല്ല വിത്ത് പാകിയാൽ മതി, എന്നാൽ നല്ലത് കൊയ്തെടുക്കാം. സോ സ്റ്റേ ഫോക്കസ്ഡ് ഓൺ വാട്ട് ദേ ആർ സെയിങ്. ഡോണ്ട് ജഡ്ജ് ഓർ അസ്യൂം. ആദ്യം തന്നെ നമ്മൾ അസംഷനിലേക്ക് എത്തരുത്, ജഡ്ജ് ചെയ്യരുത്. മാനേജ് യുവർ ട്രിഗേഴ്സ്. നമ്മുടെ ട്രിഗേഴ്സിനെ നമ്മൾ മാനേജ് ചെയ്യുക. ട്രിഗറിങ് പോയിന്റ് കിട്ടിയെന്ന് വിചാരിച്ചാൽ നമ്മൾ എന്ത് ചെയ്യേണ്ട, ഉല്ലസിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ 100% നമ്മുടെ സമയത്തെ ഡോണ്ട് ടോക്ക് അബൌട്ട് വാട്ട് യു വിൽ സേ. അതിനെ കുറിച്ചൊന്നും പറയരുത്. നമ്മളെ മുന്നിൽ കിട്ടുന്ന വ്യക്തിയെ വാലിഡേറ്റ് ചെയ്യുക. എന്ത് അഭിപ്രായമാണെങ്കിലും അതിനൊരു വാലിഡേഷൻ കാണിക്കുക. സ്വാഭാവികമായിട്ട് ഒരു ഓർഗനൈസേഷൻ ആയിട്ട് നിങ്ങൾ ഓരോരുത്തരും ഓരോ സിംഗിൾ പേഴ്സണും ഒരു സിംഗിൾ SBG എന്നാണ് മനോജ് സാർ പറഞ്ഞത്. ആ അർത്ഥത്തിൽ നിങ്ങളുടെ ടീം ആവട്ടെ ലീഡേഴ്സ് ആവട്ടെ പരസ്പരം തന്റെ ഡൗൺലൈൻ പറയുന്നതിനകത്ത് എന്തെങ്കിലും ഒരു പോയിന്റ് ഒരു പക്ഷേ നമുക്കുള്ളതുണ്ടായിരിക്കും. അത് കേൾക്കാനും മനസ്സിലാക്കാനും നമ്മൾ സമയം കൊടുക്കണം, കേൾക്കണം. എന്നിട്ട് വേണം അതിനനുസരിച്ച് തീരുമാനമെടുക്കാൻ. കാര്യം ഇതെന്താണ്, നമ്മൾ ഒരുമിച്ച് കൊണ്ടുപോകുന്ന വണ്ടി ആയതിനാൽ അസ്വാരസ്യങ്ങൾ ഇല്ലാതെ കൊണ്ടുപോകാൻ എപ്പോഴും സാധ്യമാകണം. കാര്യം ആടുകളെ നോക്കാൻ നല്ല സുഖമാണ്. ഒന്നാമത്തെ ആടിനെ തെച്ചാൽ ബാക്കി എല്ലാ ആടും അതിന്റെ ബാക്ക് പോകും. പക്ഷെ മനുഷ്യനെ നോക്കുന്ന സബ്ജക്ട് ആയതുകൊണ്ട് നിർബന്ധമായിട്ടും ഓരോ മനുഷ്യർക്കും രാവിലെ 10 സ്വഭാവമില്ല 10:30 ആകുമ്പോൾ അപ്പൊ തന്നെ അവൻ ആളാകെ മാറിയിട്ടുണ്ടാവും. 11 മണിക്ക് ആ വ്യക്തി ആവില്ല, 12 മണിക്ക് പുതിയ മനുഷ്യൻ ജന്മം കൊണ്ടിട്ടുണ്ടാവും. അങ്ങനത്തെ കേസാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും എന്തായിരിക്കണം, ഒരു ബ്രോഡ് മൈൻഡും ഒരു ലിസണറും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഈ വിധി ചെയ്ത് നടത്തുന്ന ആളായിരിക്കണം. ഓക്കെ, സോ നെക്സ്റ്റ് വണ്ണാണ് നമ്മളുടെ 6ാമത്തെ കാര്യം. അതോടുകൂടി നമ്മളുടെ 7 കഴിഞ്ഞാൽ തീർന്നു. സിനർജൈസ്. എന്താ സിനർജൈസ് എന്ന് പറഞ്ഞാൽ പല തുള്ളി പെരുവെള്ളം. 100% ഇതിന്റെ ഒരു സിനർജി എന്നുള്ള സബ്ജക്ട് മനോജ് സാർ ചെയ്ത് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മ ഉണ്ടായിരിക്കും. അത് പ്രകാരം ഞാൻ ചെയ്തിട്ടുണ്ട്. എല്ലാ ലീഡർമാരും രാവിലെ മോർണിംഗ് മീറ്റിലെ സിനർജിയുടെ പവർ പറഞ്ഞു. സിനർജി എന്ന് പറയുമ്പോൾ ഇതിന്റെ ടീം വർക്കാണ്. ഏറ്റവും പ്രധാന ഒരു അണ്ടർസ്റ്റാൻഡിങ്. നമ്മൾ എപ്പോഴും മനസ്സിലാക്കുക ടീം ഫസ്റ്റ്. SBG എന്ത് പറയുന്നു അതിന്റെ ആ കാര്യത്തെ നമ്മൾ ഗ്രഹിക്കാനാണ് ആദ്യം ശ്രമിക്കേണ്ടത്. അല്ലാതെ മറുചോദ്യങ്ങളുമായിട്ട് നമ്മൾ വന്നിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷെ നമുക്ക് ആ ദീർഘദൃഷ്ടി വന്നിട്ടുണ്ടാവില്ല. ആ സമയമാകുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ സമയബന്ധിതമായിട്ട് നമ്മളുടെ ബുദ്ധിക്കനുസരിച്ച് ചോദിക്കണം. അപ്പൊ നമുക്ക് തന്നെ അറിയാൻ പറ്റും ഇൻകം പ്ലാൻ നമ്മൾ ഇപ്പൊ കേൾക്കുമ്പോൾ കുറച്ചും കൂടി മനസ്സിലാകുക. എന്തുകൊണ്ടാണ്, ഈ പ്ലാൻ തന്നെയാണ് മുന്നേ പറഞ്ഞതും, പക്ഷെ അന്ന് നമ്മൾ അതിന് ക്വാളിറ്റി ഉള്ള ആളായിരുന്നില്ല. അപ്പോൾ സെയിം ക്ലാസ്, അതായത് ഒരേ പാഠപുസ്തകം അല്ലെങ്കിൽ ഒരേ പുസ്തകം വായിക്കുന്നത് 10 വട്ടം വായിച്ചാൽ 10 മെസ്സേജ് കിട്ടുമെന്ന് പറഞ്ഞ പോലെയാണ്. കാര്യം എന്താണ്, ഓരോ സമയത്തും നമ്മുടെ ബ്രെയിൻ ലെവല് അല്ലെങ്കിൽ IQ ലെവല് അല്ലെങ്കിൽ നമ്മുടെ ഫ്രീക്വൻസി ലെവല്, എനർജി ലെവല് ഇറ്റ് വിൽ ബി അപ്ഡേറ്റഡ്. അപ്പോൾ അപ്ഡേറ്റഡ് ആകുന്ന സമയത്ത് നമ്മുടെ മനസ്സിലാകുന്ന കഴിവും വേറെ ആയിരിക്കും. ഓരോ കാര്യങ്ങളും അങ്ങനെയാണ്. അപ്പോൾ സീരിയസ്ലി നമുക്ക് ഉദാഹരണമായിട്ട് പറഞ്ഞാൽ സിനർജി എന്ന് പറഞ്ഞുകൊടുത്ത് ടീമാണ് പ്രധാനം. ടീം എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം നമ്മുടെ ടുഗദർ എവ്രി വൺ അച്ചീവ് മോർ. ഇതാണ് ടീമിന്റെ ഫുൾ ഫോം. TEAM എന്നാണ് ടീം. അപ്പൊ ടുഗദർ എവ്രി വൺ അച്ചീവ് മോർ. ഒരുമിച്ച് നമുക്ക് ഒരുപാട് അത്ഭുതങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ഒരു സിനർജിയുടെ കഥ പറഞ്ഞാൽ ഇപ്പൊ ഈ എഴുതി നമുക്ക് വായിക്കാൻ സമയത്തുകൊണ്ട് ചെറിയൊരു ഉദാഹരണം. സിനർജി എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ സെലിബ്രേറ്റിംഗ് ഡിഫറൻസ്. നമ്മളിതിൽ ആളുകളിൽ ഡിഫറെന്റ് ആയ ആളുകളെ സെലിബ്രേറ്റ് ചെയ്യലാണ്. അതൊരിക്കലും ടോളറേറ്റ് ചെയ്യലല്ല. ഇങ്ങനെ ഉദാഹരണമായിട്ട് നമ്മുടെ ടീമിനകത്ത് കുറെ ആൾക്കാർ എന്ത് വന്നു, നല്ല കണക്ഷനുള്ള ആൾക്കാർ വന്നു. ചില ആൾക്കാർ നല്ല പ്രൊഡക്റ്റ് സെല്ലിങ്ങിന്റെ ആൾക്കാർ വന്നു. ചില ആൾക്കാർ പ്രൊഡക്റ്റ് സെല്ലിങ്ങും കാര്യങ്ങളും ഒന്നുമില്ല, പക്ഷെ അപാര മാനേജിങ് സ്കില്ലാണ്. മറ്റൊരാൾക്ക് മാനേജിങ് സ്കില്ലുണ്ട്, പക്ഷെ ഇയാൾക്ക് ലിസ്റ്റില്ല. അപ്പൊ നമുക്ക് ഇയാളെ എങ്ങനെ ഉപയോഗിക്കണം എന്ന് അറിഞ്ഞാൽ മതി. അതല്ലാതെ നമ്മൾ ചിന്തിക്കാൻ ഞാൻ ജോയിൻ ചെയ്ത 1ാമത്തെ വ്യക്തി തന്നെ ഡയമണ്ട് ആണ്. ചില ആൾക്കാരൊക്കെ പോസ്റ്റ് ചെയ്യുന്നതാണ് വിത്ത് എ ന്യൂ പവർഫുൾ ഡയമണ്ട് എന്ന് പറയും. ജോയിൻ ചെയ്ത ആ സെക്കൻഡ് തന്നെ ഇവനക്ക് ഡയമണ്ടിന്റെ പാട്ട നെറ്റിയിലാണ് ഒറ്റിച്ചു കൊടുക്കും. തീർന്നു അതോടുകൂടി കേസ്. ഇപ്പൊ എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ഞാൻ ഈ ബിസിനസ്സിൽ വന്ന സമയത്ത്
നമ്മുടെ ഗ്രേറ്റ് അൽതാഫ് സാറും റഫീഖ് സാറും ഞങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് ചേളാരി ഭാഗത്ത് ഒരു മീറ്റിംഗ് നടത്തുന്ന സമയത്ത് ഒരു വ്യക്തി വന്നിട്ട് നേരെ അൽതാഫ് സാർ വെച്ച് സാർ ഇപ്പൊ സീരിയം കളിച്ചു വന്നു 2,16,000 ആഴ്ചയിൽ അടിച്ചില്ല. ഓക്കെ, ഇത് എത്ര മാസം കൊണ്ട് സാർ അടിച്ചു കഴിഞ്ഞാൽ? അപ്പൊ സാർ പറഞ്ഞു ഞാനൊരു 8 മാസം ഏകദേശം 9 മാസം കൊണ്ട്. ഓക്കെ, ഇതിന് 6 മാസം കൊണ്ട് അടിച്ചാൽ കമ്പനിക്ക് വല്ല പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു. ഭയങ്കര ഇത് കേട്ടപ്പോ എന്റെ മനസ്സിൽ തെടുവല്ല, എന്തൊക്കെ പൊട്ടിയ പടത്തിന്റെ പേര് എനിക്ക് ഓർമ്മയില്ല, കാര്യം എന്റെ താഴത്താണ് വരുന്നത്. അയാൾ 6 മാസം കൂടെ അടിച്ചാൽ. ഓക്കെ, അപ്പൊ നമുക്ക് ഒറ്റയ്ക്ക് സാധനങ്ങളൊക്കെ കമ്പനിയിൽ ഉണ്ടാവും. ഇങ്ങനെ ഓരോ സാധനം ചോദിച്ചു. ആ സമയത്ത് അൽതാഫ് സാർ റഫീഖ് സാർ വിളിച്ചിട്ട് പറഞ്ഞേ, ഇന്ന മൂലയ്ക്ക് വിളിച്ചിട്ട് പറഞ്ഞു, ഇസ്മായിൽ സാറേ ആദ്യം എന്നേക്കന്ന് വല്ല ക്ലോസിംഗിന് 5,000 കിട്ടുമെന്ന് നോക്കി, ഇവന്റെ ഈ തൊള്ളവിടെ നിങ്ങൾ കേൾക്കണ്ടാന്ന്. പക്ഷെ ഞാനത് വിശ്വസിച്ചിട്ടില്ലായിരുന്നു സത്യം പറഞ്ഞാൽ. കാര്യം എന്താ അറിയോ, ഇങ്ങനെ ഒരാൾ കോൺഫിഡൻസിൽ പറയുമ്പോൾ എന്തുകൊണ്ട് വിശ്വസിക്കാതിരിക്കണം? പക്ഷെ ഇവര് ഭൂമിന്റെ പൊക്കിൾ കണ്ട ആൾക്കാരാണ്, 10-20 കൊല്ലമായിട്ട് ഈ ബിസിനസ് നന്നായിട്ട് കലക്കി കുടിച്ച ആൾക്കാരാണ്. പറഞ്ഞ പോലെ തന്നെ അയാൾ അന്ന് ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയതാണ്, ഇന്ന വരെ ഫോൺ തുറന്നിട്ടില്ല. ഇങ്ങനെയൊക്കെയുള്ള ചില സാധനങ്ങൾ വരാറുണ്ട്. സീരിയസ്ലി ഇങ്ങനത്തെ ആളുകളെ മാനേജ് ചെയ്യാൻ നമുക്ക് അറിയണം എന്നുള്ളതാണ്. സോ സെലിബ്രേറ്റിംഗ് ഡിഫറൻസസ്, നമ്മള് നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന ഇന്ത്യൻ സിസ്റ്റമാണ് സത്യത്തിൽ പറഞ്ഞാൽ സിനർജി. എല്ലാ മതക്കാരും എല്ലാ ചിന്താഗതിക്കാരും എല്ലാ പാർട്ടിക്കാരും ഉണ്ടാവും. അത് നമുക്ക് സെലിബ്രേറ്റ് ചെയ്യണം, സന്തോഷത്തോടെ സ്വീകരിക്കണം. അതല്ലാതെ ഇന്റെ ടീം മാത്രം വന്നാൽ മതി, മറ്റേ ടീം വരരുത്, അതുണ്ടാവരുത്. എല്ലാ ഡിഫറൻസിനെയും നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാനും ഉൾക്കൊള്ളാനും പറ്റണം. ടീം വർക്ക്, അതാണ് നമ്മൾ പറഞ്ഞത്. വർക്കിംഗ് ഇൻഡിപെൻഡന്റ്ലി ഒരിക്കലും അല്ല. നമ്മൾ ഒറ്റക്കൊറ്റക്ക് വർക്ക് ചെയ്ത് കണ്ട് ഇന്റെ കാര്യം ഞാൻ നോക്കും, എന്റെ കാര്യം നോക്കിക്കോ, ഞാൻ ഈ വൺ സൈഡ് മാത്രമേ നോക്കുള്ളൂ, ഈ വീക്കർ സൈഡ് മാത്രം ഇന്റെ സൈഡ് കാര്യം ഞാൻ പോസ്റ്റ് ചെയ്തത്. നേരെ മറിച്ച് നമ്മൾ ചിന്തിക്കുക, തനിക്ക് ബിസിനസ് വോളിയമോ ഇൻകമോ വരാൻ തന്റെ താഴത്ത് ഏതൊക്കെ വ്യക്തിയുടെ എഫർട്ടോ വിയർപ്പ് ഗണങ്ങളോ അതല്ലെങ്കിൽ തന്റെ അപ്ലയൻസിന്റെ ഇൻവോൾവ്മെന്റോ എന്ത് സഹായം ഉണ്ടോ അതൊക്കെ നമ്മളെ ടീമാ. അപ്പൊ നോക്കുമ്പോൾ നമ്മുടെ ലവ് ലൈന് പോലും നമ്മളുടെ നല്ല ടീമായി മാറും. അവർ വർക്ക് ചെയ്യണം എന്നല്ല പറഞ്ഞത്, മറിച്ച് സ്നേഹത്തോടെ കാണണം. കാരണം അയാളിലെ ഏതോ ഒരു സക്സസ് പറഞ്ഞപ്പോഴാണ് നമ്മുടെ ടീമത്തെ വ്യക്തി ഉണർന്നിണ്ടാവുക. അപ്പൊ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് ടീമിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള, ഉദാഹരണമായിട്ട് നമ്മളൊരു ഫുട്ബോൾ കളി നടക്കുന്ന സമയത്ത് ഉദാഹരണമായിട്ട് ഒരു ഇന്റർ മിലാന്റെയോ ലാലിഗയുടെ ബുണ്ടസ് ലീഗിന്റെയോ അതല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും എന്താ പറയാ ഇംഗ്ലീഷ് ലീഗോ ഏതെങ്കിലും ഒരു പ്രീമിയർ ലീഗോ നടക്കുന്ന സമയത്ത് ഒന്നാമത്തെ വ്യക്തി അമേരിക്കക്കാരനായിരിക്കും, രണ്ടാമത്തെ വ്യക്തി നമ്മുടെ ലാറ്റിൻ അമേരിക്കക്കാരനായിരിക്കും, രണ്ടാമത്തെ യൂറോപ്യൻ ആയിരിക്കും, വേറൊന്ന് ഓസ്ട്രേലിയക്കാരനായിരിക്കും. അപ്പൊ നമ്മൾ ലാറ്റിൻ അമേരിക്കാരെ എന്ത് പറയാ, മെസ്സി പറയാ, ഞാൻ ഒരിക്കലും മൻക്ക് പാസ് ചെയ്യില്ല, ഞങ്ങൾ ഓസ്ട്രേലിയക്കാരാണ്. ഇങ്ങനെ ഒരു സാധനം അതിനകത്തില്ല. എല്ലാവരും പാസ് ചെയ്ത് പോയാലേ ആ ടീം ജയിക്കുള്ളൂ, അപ്പോഴേ എല്ലാവർക്കും കപ്പ് കിട്ടുള്ളൂ. ഇതേപോലെ SPGയെ ഫോക്കസ് ചെയ്ത് ബിസിനസ് ചെയ്യുക, റീഗയെ ഫോക്കസ് ചെയ്ത് ബിസിനസ് ചെയ്യുക. ഓപ്പൺ മൈൻഡഡ് ആയിരിക്കുക, ഒരിക്കലും എന്ത് ചെയ്യരുത്, മൈൻഡ് കൂട്ടരുത്. നമ്മളിങ്ങനെ മൗനിയായി നിൽക്കുക, എന്നിട്ട് നമ്മൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് പുറത്തുപോയിട്ട് സംസാരിക്കരുത്. അത് പറ്റൂല. നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ലീഡർ ഒപ്പത്തിനാ ചോദിക്കുക, സാർ എങ്ങനെ ഒരു ആശങ്ക ഉണ്ടാലും എന്താ ചെയ്യേണ്ടത്? ഫൈൻഡിങ് ന്യൂസ് ആൻഡ് ബെറ്റർ വേസ്, നല്ല വഴികൾ കണ്ടെത്തുക എന്നുള്ളതാണ്. കോംപ്രമൈസ് ചെയ്ത് പോകേണ്ടതല്ല. സിനർജി എന്ന് പറഞ്ഞാൽ ചിത്രം കാണിച്ച പോലെ തന്നെ അവിടെ കുറെ സാധനങ്ങൾ ഒരുക്കി കൂട്ടിയിട്ടുണ്ട്. ഇത് ഒരുമിച്ച് കണ്ട് ഒറ്റ റോക്കറ്റ് ആയിട്ട് ആകാശത്തേക്ക് പോകുന്ന സമയത്ത് അതൊരു വിജയകരമായിരിക്കുന്ന വിക്ഷേപണമായി മാറുന്നുണ്ടായിരിക്കും. ഒരു വലിയ ചക്രവാളങ്ങൾ ഭേദിക്കുന്ന ലോകത്തിലെ ഒരു മൈൽ സ്റ്റോൺ ആയി നമുക്ക് മാറുന്നുണ്ടാകും. സോ സിനർജി എങ്ങനെയുണ്ടായി? ആ സാധനങ്ങളൊക്കെ കൃത്യമായ തോതിൽ ചേരുവയറുത്തുക, കൃത്യമായ രൂപത്തിൽ യോജിപ്പിക്കാനും വിക്ഷേപിക്കാനും പറ്റിയിടത്താണ് ആ സിനർജി വർക്ക്ഔട്ട് ചെയ്തത്. ഈ സിനർജിയെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റണം. നമ്മളെ ടീമിനകത്ത് പ്രൊഡക്റ്റ് സെൽ ചെയ്യാൻ പറ്റിയ ഒരു ടീം കാണും, പ്രസന്റ് ചെയ്യാൻ പറ്റിയ വേറെ ടീം കാണും, മാനേജ് ചെയ്യാൻ പറ്റിയ വേറെ ടീം കാണും. ഡിഫറെന്റ് കാറ്റഗറി ഓഫ് ദ പീപ്പിൾ ദർ മേ ബി. 4 കാറ്റഗറി ഓഫ് ദ പീപ്പിൾ ഉണ്ട് പറഞ്ഞത്. പോപ്പുലേഴ്സ് ഉണ്ട്, പവർഫുൾ ഉണ്ട്, പീസ്ഫുൾ ഉണ്ട്, അതേപോലെ തന്നെ പെർഫെക്ഷന്റെ ആൾക്കാരുണ്ട്. ഈ 4 പീസ് ഓഫ് ദ പീപ്പിൾ ലോകത്തുള്ളതാണ്. ഈ 4നെയും മനസ്സിലാക്കാനും അതിന്റേതായ ലെവലിൽ നമുക്ക് ഉപയോഗിക്കാനും പറ്റിയാൽ വി ക്യാൻ ബി എ സക്സസ്ഫുൾ ലീഡർ എന്നതാണ്. ചെറിയ ഉദാഹരണം ഞങ്ങളോട് ചോദിക്കാൻ, ടൈപ്പ് ചെയ്ത് വിട്ടോളൂ പെട്ടെന്ന്. ചോദ്യം ഇതാണ്: 2 horses can pull about 900 pounds. 2 കുതിരകൾ ഒരുമിച്ച് കൂടിയാൽ 900 പൗണ്ട് വലിച്ചു പോകുന്നതാണ്. ചോദ്യം ഇതാണ്: 4 കുതിര കൂടിയാൽ എത്ര പൗണ്ട് വലിച്ചു കൊണ്ടാകാൻ പറ്റും? ഇതാണ് ചോദ്യം. ടൈപ്പ് ചെയ്യേണ്ടവർക്ക് ടൈപ്പ് ചെയ്ത് വിടാം. ചോദ്യം ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നു. 2 കുതിരകൾ കൂടി വലിച്ചാൽ സ്വാഭാവികമായിട്ടും 900 പൗണ്ട് വലിച്ചു കൊണ്ടുപോകാൻ പറ്റും എന്നതാണ് ശാസ്ത്രം പറയുന്നത്. ആ കണക്ക് പ്രകാരം കുതിരകൾ 4 എണ്ണമായാൽ എത്ര പൗണ്ട് വലിച്ചു കൊണ്ടാകാൻ പറ്റും? ഈ കണക്ക് ചില ആൾക്കാരൊക്കെ ഒന്ന് ടൈപ്പ് ചെയ്ത് വിട്ടാൽ സന്തോഷം. കണക്ക് പ്രകാരം ഞാൻ ഒറ്റ ഉത്തരവേ പറയുന്നുള്ളൂ മൈഡിയേഴ്സ്. ഈ കണക്ക് അധികം കൂടുതലൊന്നും ഞാൻ കാത്തിക്കുന്നില്ല, സമയമില്ലാത്തതുകൊണ്ടാണ്. അതിന്റെ ഉത്തരം ഇതൊക്കെയാണ്. 9,000 പൗണ്ട് അല്ലേ എന്നുള്ളതിന്റെ ഒക്കെ ഉത്തരം വരുന്നുണ്ട്. ഉത്തരം താഴത്ത് കൊടുത്തിരിക്കുന്ന കണക്ക് പ്രകാരം അത് 18 വരേണ്ടത്. കാര്യം എന്താണ്? അവിടെ 9,000 രണ്ടാൾക്ക് പറ്റിയാൽ 4 ആൾ കൂടിയാൽ 18 എന്ന തലത്തിലേക്ക് വരും. 9 + 9 അല്ലെങ്കിൽ നമ്മുടെ 9,000 × 2. പക്ഷെ സംഭവിക്കുന്നത് 30,000 പൗണ്ടാണ്. അത്രയും. വൈ? ദാറ്റ് ഈസ് ദ പവർ ഓഫ് സിനർജി എന്നാണ്. ഒത്തുപിടിച്ചാൽ മലയും പോരും. അതുകൊണ്ട് മനസ്സിലാക്ക്, നമ്മളുടെ കഴിവ് കൊണ്ട് നമുക്ക് TC അടിക്കാനോ ATC അടിക്കാനോ നമുക്ക് പെട്ടെന്ന് മനസ്സ് കുതിക്കൂല. ഞാൻ എങ്ങനെയാ 2,10,000 മുടങ്ങാതെ വാങ്ങാം? ഇതൊന്നും നമ്മുടെ ബ്രെയിനിൽ നമ്മുടെ കഴിവ് കൊണ്ടോ നമ്മളെ സാരി കണ്ടോ പർദ്ദ കണ്ടോ നമ്മളുടെ ഡ്രസ് കോഡ് കണ്ടോ നമുക്ക് തന്നെ തോന്നുന്നുണ്ടാവില്ല. പക്ഷേ സിനർജി എന്ന് പറയുന്ന ഒരു ടീം വർക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൈഡീസ്, നമ്മൾ ചിന്തിക്കാൻ പറ്റാത്ത അൺപ്രഡിക്റ്റബിൾ ആയിരിക്കുന്ന സക്സസിലേക്ക് നമ്മൾ എത്തുന്നുണ്ടാകും. ഇപ്പൊ നമ്മൾ തന്നെ ആലോചിക്കാൻ കഴിഞ്ഞാൽ സ്റ്റേജിലൊക്കെ ഒരുപാട് ലീഡർമാർ എഴുത്തുകുത്തു വായനകൾ അറിയാത്ത ലോകത്തിരുന്നു കൊണ്ട് അത്ഭുതങ്ങൾ രചിച്ച കഥ പറയുന്നു.
സ്റ്റിൽ അവർക്ക് ബിസിനസിനെ കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയാൻ അറിയില്ലെന്നും അവർ സ്റ്റേജിൽ പറയുന്നു. എന്നാലും ഒരു NTC ആണ്, CTC ആണ്, ITC ആണ്. എന്താ കാര്യം? ദാറ്റ് ഈസ് എ പവർ ഓഫ് സിനർജി. അപ്പൊ ഇതൊക്കെ സംഭവിച്ചോളും നമ്മൾ ടീമിനകത്ത് ഉണ്ടായാൽ മാത്രം മതി. ദെൻ ഫൈനൽ വൺ ഇത് പറയുന്നത് ഇപ്പൊ ഈ ലാസ്റ്റ് വന്ന 2 മുതൽ 3 അത് പബ്ലിക് വിക്ടറിയെ ഫോക്കസ് ചെയ്യുന്നതാണ്. ആദ്യം ഞാൻ പറഞ്ഞു പ്രൈവറ്റ് വിക്ടറി, പിന്നെ പറഞ്ഞത് 3 പബ്ലിക് വിക്ടറിയാണ്. തിങ്ക് വിൻ വിൻ ആയി മാറുന്നത്, സീക്ക് ഫസ്റ്റ് തിങ്ക് ഫസ്റ്റ് ടു അണ്ടർസ്റ്റാൻഡ് ഒക്കെ വരുന്നത്, സിനർജൈസ് ചെയ്ത് വരുന്നത്, ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ മറക്കരുത്. ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് പബ്ലിക് വിക്ടറി അല്ല, മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് നമ്മളുടെ പേഴ്സണൽ ആയിരിക്കുന്ന പ്രൈവറ്റ് വിക്ടറിയാണ്. നമ്മുടെ പ്രൊആക്റ്റീവ് ഒക്കെ പറഞ്ഞ കാര്യം അതൊന്നും നമുക്ക് ഒരുപാട് അതിനകത്ത് പറഞ്ഞു തീരാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ പ്രൊആക്റ്റീവ് ഒക്കെ നമ്മൾ പറഞ്ഞിരുന്നെങ്കിൽ അമ്മായിയും മരോടുള്ള തല്ല് പറഞ്ഞാൽ ശരിക്കും വേഗം പ്രൊആക്റ്റീവ് തരും. അതായത് ഫോർ എക്സാമ്പിൾ നമ്മൾ എന്താ പറയാ ചില മുൻവിധികളുമായിട്ട്, ഉദാഹരണമായിട്ട് ഒരിക്കല് മരുമകൾ കല്യാണം കഴിഞ്ഞ് വന്നു ബാത്റൂമിന്റെ ഉള്ളിൽ നിന്ന് ബക്കറ്റ് കാലിൽ തട്ടിയ ശബ്ദം കേട്ടു. അപ്പോ അമ്മായിമ്മ ഇവിടുന്ന് ഡയലോഗ് വിളിച്ചിട്ട് പറഞ്ഞത്രേ, ഓന്റെ ഒരുമ്പെട്ടോളം എനിക്കെന്താ കാണുന്നില്ല, കണ്ണില്ല, മൂക്കില്ല, മറ്റേ നോക്കുന്നില്ല, എന്റെ ബക്കറ്റിയാളാ കുട്ടിയത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്നൊക്കെ പറഞ്ഞാണ്ട് ബക്കറ്റ് തട്ടിയപ്പോ അമ്മായിമ്മ വലിയ വലിയ ശബ്ദങ്ങൾ ഉണ്ടാക്കി. മരോട് ചിന്തിച്ചു, സാരല്ല വന്നിട്ടല്ലേ ഉള്ളൂ, സമയം ഇഞ്ഞുണ്ടല്ലോ എന്ന്. ആ നിലയ്ക്ക് ഇങ്ങനെ സാധു നിന്ന് സഹിച്ചു. പക്ഷെ ഭാഗ്യത്തിന് പിറ്റേന്ന് അമ്മായിമ്മ ബാത്റൂമിലേക്ക് പോകുന്ന സമയത്ത് വഴിയോരത്ത് എന്ത് ചെയ്തു, ഇതേമാതിരി ഒരു ബക്കറ്റ് ഉണ്ടായിരുന്നത് അമ്മായിമ്മന്റെ കാലിൽ തട്ടി. അപ്പോൾ മരോൾ ഇങ്ങനെ കിച്ചണിൽ നിന്നാണ് ഇങ്ങനെ കേൾക്കാണ് ഈ സൗണ്ട്. ഇപ്പൊ കൊടുക്കണം പണി, എന്തേതല്ല നിങ്ങൾക്ക് കൗണില്ലെന്ന്. ഇത് പറയാൻ വേണ്ടി ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അമ്മായി മാപ്പ അങ്ങോട്ട് വന്നു. അടുത്ത സാധനം ഏത് പഹരത് ബൈക്ക് കൊടുന്നിച്ചത്, അതും മരോട് ചോദിച്ചു, എന്തടി എനിക്ക് ഈ സാധനമൊക്കെ മര്യാദയ്ക്ക് ഒരു സ്ഥലത്ത് ഇട്ടേക്കാൻ പറ്റൂലേ. ഇങ്ങനെ വ്യത്യസ്ത ലെവലിലാണ് നമ്മുടെ പേഴ്സണൽ, നമ്മുടെ ഈ പ്രൊആക്റ്റീവ് റിയാക്റ്റീവ് എന്നൊക്കെ പറയുന്നത്. അപ്പം അത് വലിയൊരു കഥയാണ്. പോട്ടെ, നമ്മൾ സീരിയസ്ലി നെക്സ്റ്റ് ഫൈനലി ഒന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലാസ് കഴിഞ്ഞു. സോ ഷാർപ്പൻ ദ സോ, നന്നായിട്ട് വാള് മൂർച്ച കൂട്ടുക, വെരി ഇമ്പോർട്ടന്റ് ആണ്. സീരിയസ്ലി നമ്മൾ നോക്കേണ്ടത് ഡെയിലി നമ്മൾ അപ്ഡേറ്റഡ് ആകുന്നുണ്ടോ. ശരിക്കും ചിന്തിക്കുക, 2023 നോളജേ ഉള്ളൂ, 2024 ഇറ്റ് വിൽ നോട്ട് ഇനഫ്. നമ്മളെ KPR നോളജ് പെനട്രേഷൻ റേഷ്യോ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ CPE കണ്ടിന്യൂസ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം എന്ന് പറയുന്ന സ്റ്റെപ്പ്, ഇത് നമുക്ക് ശരിക്കും കറക്റ്റ് ആയിട്ടുണ്ടോ ഇല്ലേ? നിങ്ങൾ ആലോചിച്ചൊക്കെ, നാളെ നമ്മൾ വലിയ സെഷൻ ആണ്. ഇപ്പൊ ചില ആൾക്കാർ പരാതി വരും, സാറേ എനിക്കിതുവരെ MC ആകാൻ പറ്റില്ല, എനിക്കിതുവരെ പ്ലാൻ എടുക്കാൻ പറ്റില്ല, എനിക്കത് ചെയ്യാൻ വയ്യ. ഇത് എന്തുകൊണ്ട് ചെയ്യാൻ വയ്യ? നമ്മൾ അതിനു വേണ്ടി തയ്യാറായിട്ടില്ല, അതല്ലെങ്കിൽ താൻ മുന്നോട്ട് ഇനീഷ്യേറ്റീവ് ആയിട്ടില്ല. ഇത് നമ്മളല്ലേ ചെയ്യാനുള്ളത്, വേറെ ആരെങ്കിലും ചെയ്യാനുള്ളതാണോ? സോ സീരിയസ്ലി ഷാർപ്പൻ ദ സോർഡ് എവരി ഡേ. നമ്മുടെ കഴിവിനെ മൂർച്ച കൂട്ടിക്കൊണ്ടേയിരിക്കുക. സീരിയസ്ലി നമുക്കറിയാൻ പറ്റും, പണ്ട് കാട്ടിലേക്ക് പോയൊരു വ്യക്തിയുടെ കഥ നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ്. ഷാർപ്പൻ ദ സോ പറയുന്ന സമയത്ത് ഈ പിക്ചർ കാണുമ്പോൾ ആ കഥയാ ഓർമ്മ വരുന്നത്. കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, 2 മരം വെട്ടുകാർ അല്ലെങ്കിൽ കാട്ടിൽ പോയി വിറക് ശേഖരിച്ച് അങ്ങാടിയിൽ വിൽക്കുന്ന 2 ആളുകളുടെ കഥയുണ്ട്. ആ കഥയിൽ കാണിക്കുന്നത് എന്താന്ന് വെച്ചാൽ, ഒരു മനുഷ്യൻ രാവിലെ പോയിട്ട് വൈകുന്നേരം വരെ വെട്ടും. അതിന് അദ്ദേഹത്തിന് ഒരു ഭണ്ഡാരം അല്ലെങ്കിൽ ഒരു ബണ്ടിൽ ഓഫ് വിറക് കിട്ടുന്നുണ്ടാകും, അല്ലെങ്കിൽ ഒരു കെട്ട് വിറക്. അതേ സമയത്ത് വേറൊരു മനുഷ്യൻ, അയാൾ ഉച്ചക്ക് ഒരു 3 മണിക്കേ വരുന്നുണ്ടാവുള്ളൂ. പക്ഷേ അദ്ദേഹം വെട്ടിയ കണക്കും അയാൾ വെട്ടിയതിനേക്കാൾ കൂടുതലോ അല്ലെങ്കിൽ അതിന് സമാനമോ ആണ്. ആ സമയത്ത് ഈ സാധു പറഞ്ഞ, എല്ലാ സുഹൃത്തെ, ഞാൻ രാവിലെ വന്ന് വെട്ടി മുറിച്ച് ഇത്ര കെട്ടുണ്ടാക്കി, നീ ആണെങ്കിൽ അത് വന്ന് 1 മണിക്കൂർ കൊണ്ട് ശരിയാക്കുകയും ചെയ്തു. ഇത് എങ്ങനെയാ സംഭവിച്ചത്? അപ്പൊ ആ വ്യക്തി പറഞ്ഞു, ഞാൻ രാവിലെ തന്നെ വെട്ടാനല്ല വരിക, എന്റെ വാള് മൂർച്ച കൂട്ടും, എന്റെ മഴുവിനെ ഞാൻ മൂർച്ച കൂട്ടും, അപ്പൊ എനിക്ക് വന്ന പണി കുറച്ചേ ഉണ്ടാവുള്ളൂ. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ ബിസിനസ്സിനകത്ത് ഒരുപാട് പറയാനല്ല, സ്മാർട്ടായിട്ട് എങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റും. അതിനാണ് മനോജ് സാർ പറഞ്ഞത് ഹോം മീറ്റിംഗ് ഈസ് വെരി ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞത്. അതാവുമ്പോൾ നമുക്ക് സ്മാർട്ട് വർക്കാം. പറയാനുള്ള സെയിം കാര്യമാണ്, പക്ഷെ റിസൾട്ട് തോന്നണ്ടായിരിക്കും. സോ സീരിയസ്ലി നമ്മളുടെ വാള് മൂർച്ച കൂട്ടുക, പ്രസന്റേഷൻ സ്കില്ല് നമ്മൾ കൂട്ടുക, കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഐഫ്ലേസ് ഇങ്ങനെ കേൾക്കുന്ന സമയത്ത് കൊട്ടായി വിട്ട് കേൾക്കല്ല വേണ്ടത്. നാളെ എനിക്കൊരു ഐഫ്ലേസ് വന്നാൽ ഞാൻ എങ്ങനെ ചെയ്യേണ്ടത്, ഈ കാര്യം നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഇൻകം പ്ലാൻ നമ്മൾ ഇങ്ങനെ കേൾക്കുന്ന സമയത്ത് നമ്മൾ പറയും, അത് മലപ്പുറത്തെ GTS അല്ലേ, അൽതാഫ് സാറ് മുമ്പിലുണ്ടാകും, മുന്നിട്ട് വേറെ 4 CTC ഉണ്ടാവും, നിശാന്ത് സാർ സൈഡിൽ ഉണ്ടാവും, സുരേഷ് ചേട്ടൻ ചിലപ്പോൾ ഒന്ന് വരുന്നുണ്ടാകും, ശംഷു സാർ ഒരു ഡയലോഗ് ഉണ്ടാവും, പിന്നെ റഫീഖ് സാർ. അത് എന്താ പറയാന്ന് എനിക്ക് ആദ്യം അറിയാം. സ്റ്റാർട്ടിങ് തന്നെ ഇന്നാലിന്റെ മൈസെൽഫ് ഇന്നാലിന്റെ പേരെന്ന് പറയും, ഞാൻ അതായിരുന്നു ഇതായിരുന്നു. ഇത് ഒരു മുൻവിധിയുടെ ലോക. രണ്ടാമത് ഇൻകം പ്ലാൻ എപ്പോഴും 15 ലക്ഷം ബിസിനസ് വോളിയം കൂടി. അതെല്ലാം നമ്മൾ നോക്കേണ്ടത്. ഓരോ പ്ലാൻ ഇരിക്കുന്ന സമയത്തും സംതിങ് പുതിയതായിട്ടുള്ള സാധനം എനിക്ക് പറയാനെങ്കിലും അറിയുമോ, ഇതും കൂടി നമ്മൾ ചിന്തിക്കേണ്ടതില്ലേ? അദ്ദേഹം എങ്ങനെയാ അടുത്ത സ്ലൈഡിൽ നിന്ന് മറ്റേ സ്ലൈഡിലേക്ക് പോയത്? നമുക്ക് എല്ലാ ദിവസവും എന്തെങ്കിലും ഒന്ന് പഠിക്കാനുണ്ടെന്നുള്ളത് വലിയൊരു ഘടകമാണ്. നമ്മൾ ചിന്തിക്കും എന്താണെന്നറിയോ, അവിടെ പോയിരുന്നിട്ട് എന്താ കരുത്, ലാസ്റ്റ് പോയാൽ മതി. കാര്യം വെച്ചാൽ ആരെങ്കിലും ഒക്കെ കാസർഗോട്ട് നിന്ന് വന്നാൽ ക്ലോസിംഗ് ചെയ്യുമ്പോൾ പുതിയ കഥയിക്കാരുന്നു. കഥ കേൾക്കാനാണോ വരുന്നത്? പരീക്ഷ എഴുതാനാണോ നമ്മൾ വരുന്നത്? ഒന്നുമല്ലല്ലോ, നമ്മുടെ അപ്ഡേഷന് വേണ്ടിയാ വരുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മുടെ അപ്ഡേഷൻ എത്രയുണ്ടെന്ന് നമുക്ക് അളക്കാൻ പറ്റണം എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. ജീവിതത്തിൽ വിജയിച്ച ആളുകള് പറഞ്ഞു കേട്ട വരികൾക്കുള്ളിൽ നിന്ന് താൻ ഏറ്റെടുത്ത സത്യപ്രസ്താവനകൾ, അതിന്റെ ഇന്നർ മീനിങ്, അതിൽ നിന്ന് അദ്ദേഹം വളർന്നത്, അല്ലാതെ കേട്ട വരി കൊണ്ട് മാറിയതല്ല. ഫോർ എക്സാമ്പിൾ, ഞങ്ങള് മുസ്ലിംസ് കമ്മ്യൂണിറ്റിയിൽ ഒരു പ്രസിദ്ധമായ ഒരു കഥ എല്ലാവരും പറയപ്പെടാറുണ്ട്. ഉസ്താദ് പറഞ്ഞു അത്രേ, ബിസ്മി എന്ന മന്ത്രം ചൊല്ലിയാൽ, അതായത് ഒരു മന്ത്രമുണ്ട്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നാണ്. ഈ മന്ത്രം ചൊല്ലിയാൽ ലോകത്തെ എന്തും മാറ്റാൻ പറ്റും എന്ന് പറഞ്ഞു.
കഥയുടെ അവസാനം അദ്ദേഹം പറഞ്ഞതാണ്, നിങ്ങൾക്ക് എന്തു വേണമെങ്കിലും ബിസ്മില്ല ചൊല്ലിയാൽ നടക്കുമെന്ന് പറഞ്ഞു. ഈ ഒരു സാധു മനുഷ്യൻ അന്ന് വയല് രാത്രി കേട്ടു, ഉസ്താദിന്റെ പ്രഭാഷണം കേട്ടു, വീട്ടിലേക്ക് തിരിച്ചു പോകുന്നത് പുഴ മുറിച്ച് കടന്നിട്ടാണ്. അപ്പൊ അദ്ദേഹം ഇങ്ങനെ മനസ്സോട് ചിന്തിച്ചു, ഉസ്താദ് എന്നൊരു ടെക്നിക്സ് പറഞ്ഞു. കാര്യം തോണി അധിക സമയത്തും ഈ പുഴക്കരയിൽ മുറിച്ചു കടക്കാൻ കിട്ടാറില്ല. സ്വാഭാവികമായിട്ടും കെട്ടിവെച്ച തോണി ഒന്നെങ്കിൽ ഒലിച്ചു പോകും, അതല്ലെങ്കിൽ ആരാന്റെ കടത്തു വെള്ളം ഒരുപക്ഷെ രാത്രി വർക്ക് നിർത്തും. അദ്ദേഹം എന്ത് ചെയ്തത്രേ, പുഴക്കരയിൽ വന്നുകൊണ്ട് ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്ന് പറഞ്ഞുകൊണ്ട് പുഴയിലേക്ക് കാല് വെച്ചു നടന്നാണ്ട് പോയത്രേ. പുഴയുടെ വെള്ളത്തിന്റെ മുള്ളത്തിലൂടെ. അദ്ദേഹത്തിന് തോണിയുടെ ആവശ്യം വന്നില്ല. അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷം. ആ വിശ്വാസപ്രകാരം അയാൾ ചെയ്തു എന്നുള്ളതാണ്. അങ്ങനെ ഈ വയല് പരമ്പരയൊക്കെ കഴിഞ്ഞു. അടുത്ത വർഷം ഉസ്താദ് നാട്ടിലേക്ക് വീണ്ടും ആ നാട്ടിലേക്ക് വന്ന സമയത്ത് ഫസ്റ്റ് ഫുഡ് ഇയാളെ വീട്ടിൽ അദ്ദേഹം പറഞ്ഞു. ഉസ്താദ് എന്തായാലും നിന്റെ വീട്ടിൽ വരണം എന്ന് പറഞ്ഞു. ഉസ്താദ് പറഞ്ഞു, കുഴപ്പമില്ല, നല്ലൊരു സാധു മനുഷ്യൻ ക്ഷണിച്ചതല്ലേ, അപ്പൊ അത് നല്ല സ്നേഹത്തോടെ സ്വീകരിച്ചു. അങ്ങനെ പുഴക്കരയിൽ എത്തി വയല് കഴിഞ്ഞിട്ട് ഉസ്താദിനോട് പറഞ്ഞു, ഉസ്താദെ നടന്നോളൂ എന്ന് പറഞ്ഞു. ഇവിടെ നടന്നു, പുഴ എവിടെ, തോണി എവിടെയെന്ന് ചോദിച്ചു. തോണിയുടെ ആവശ്യമില്ല സാറേ, ഉസ്താദ് പറഞ്ഞ ടെക്നിക്സ് പ്രകാരം ഞാൻ ബിസ്മിയോണ്ട് കഴിച്ചിലേക്കെന്ന് പറഞ്ഞാൽ അയാൾ ബിസ്മിയും ചൊല്ലിയിട്ട് എന്ത് ചെയ്തു, ആണ്ട് നടന്ന് പൗതിയൊക്കെ തന്നെ ഉസ്താദ് നടന്നാൽ ഉസ്താദ് ആ കാല് വെച്ച് ഓർമ്മയുള്ളൂ, പ്ലും തന്നെ താഴത്ത് പോയി. കാര്യം എന്താ അറിയോ, പറഞ്ഞ ഉസ്താദിന് തന്നെ ഉറപ്പില്ല അത് നടക്കുമെന്ന്. ഈ ലെവലിലാണ്. അപ്പൊ നമ്മൾ കേൾക്കുന്ന നേരത്തുള്ള വിശ്വാസമാണ് സക്സസ്, പറയുന്ന വ്യക്തിയുടെ വിവരമല്ല. സോ സീരിയസ്ലി മൈ ഡിയേഴ്സ്, നിങ്ങൾക്ക് ലീഡറെ കവർ ചെയ്യാം. എപ്പോഴും അറിയോ, ലീഡറെ അന്ധമായി നിങ്ങൾ വിശ്വസിക്കും. ഒരു പക്ഷേ ലീഡർ വിശ്വാസപ്രകാരം പറഞ്ഞോ ഇല്ലേ എന്നുള്ളത് മറ്റൊരു ക്വസ്റ്റ്യനാണ്. കേൾക്കുന്നത് വിശ്വാസം ഉണ്ടായാൽ മതി. സോ സീരിയസ്ലി ഈ 7 ഹാബിറ്റ്സ് നിങ്ങൾ സ്വീകരിക്കാം. ഷാർപ്പൻ ദ സോയിൽ പ്രധാനമായി 4 കാര്യം പറഞ്ഞാൽ ബിസിനസ് നമ്മുടെ ടോക്ക് ക്ലോസ് ആയി. ഒന്ന്, നമ്മളെ ബോഡിയെ പവർഫുൾ. ഇതിനാണ് നമ്മളെ റീഗ എക്സസൈസ്. നിർബന്ധമായിട്ട് നമ്മൾ അതിലേക്ക് ഫോക്കസ് ചെയ്യുക. നമ്മളെ മൈൻഡ് പോസിറ്റീവ് മെന്റൽ ആറ്റിറ്റ്യൂഡ് നിർബന്ധമായിട്ട് നല്ലത് ചിന്തിക്കുക. യെസ് ഐ ക്യാൻ, അതാണ് അഫർമേഷനിൽ റീഇഗ്നൈറ്റിന്റെ ലാസ്റ്റ് പറയുന്നത്. ഐ ക്യാൻ അല്ലെങ്കിൽ ഐ ആം ദി ബെസ്റ്റ്, ഐ ഡിസേർവ് ദി ബെസ്റ്റ് ആൻഡ് ടുഡേ ഈസ് ദ ബെസ്റ്റ് ഡേ, ഐ ആം ഇഗ്നൈറ്റഡ് എന്നൊക്കെ പറയുന്ന സാധനമില്ലേ, നമ്മൾ നമ്മോട് പറയാം എനിക്ക് പറ്റൂ, എന്തുകൊണ്ട് എനിക്ക് പറ്റൂല, ദൈവം നല്ലൊരു കുട്ടപ്പനായിട്ട് എന്നെ പടച്ചിങ്ങോട്ട് വിട്ടില്ലേ, അവർക്ക് പറ്റിയ കൂട്ടി എനിക്കും പറ്റുന്നേ, എന്തുകൊണ്ട് എനിക്ക് പറ്റൂല. ഹാർട്ട് എപ്പോഴും സ്നേഹത്തോടെ, വെറുപ്പോടെ ഒന്നിനെയും കാണണ്ട. സ്വാഭാവികമായിട്ടും ഞാൻ ഒരാളെ വെറുക്കുന്ന സമയത്ത് എന്റെ മൈൻഡ് ഡിസ്റ്റർബ്ഡ് ആകുക. അപ്പൊ ഉദാഹരണമായിട്ട് എനിക്ക് അയാളെ ഭയങ്കര കണ്ണ് കണ്ടാൽ ഭയങ്കര ദേഷ്യം, എവിടുന്ന് കണ്ടാൽ എനിക്ക് തല്ലാനും കൊല്ലാനും തോന്നാണ്. ഇങ്ങനൊരു ഭ്രാന്തി എനിക്ക് തോന്നിയാച്ച അയാൾക്ക് അങ്ങനെ തോന്നില്ലെങ്കിൽ ഇതിൽ ആരെ ഡോപ്പമിൻസും മറ്റേതും വർഷമൊക്കെ വർക്ക് ചെയ്യുന്നത്, ഹോർമോൺസ് ഡിസ്ബാലൻസ് ഒക്കെ കടന്നു വരുന്നത് എന്റേതല്ലേ, അയാൾക്ക് ഈ സാധുവിന് സംഭവം അറിയില്ലല്ലോ. സോ നമ്മളെ മൈൻഡ് ഡിസ്റ്റർബ്ഡ് ആകാതിരിക്കാൻ ഒരു നല്ല അൺകണ്ടീഷണൽ ലവ്, എല്ലാവരെയും സ്നേഹിക്കാം. ആൻഡ് സോൾ, ആത്മാവിനെ നമ്മൾ എങ്ങനെയൊക്കെ നോക്കുക, കൃത്യമായിട്ട് മെഡിറ്റേഷൻ നടത്തുക, നല്ല പ്രയകള് സമാധാനത്തോടെ പ്രാർത്ഥിക്കുക. ദൈവത്തിന്റെ മുമ്പിൽ ഞാൻ സുജൂദ് ചെയ്ത് നീക്കുകയാണ്, അല്ലെങ്കിൽ വിളക്ക് കത്തിച്ച് അമ്പലത്തിൽ പോയിട്ടാണ് ഞാൻ വരുന്നത്, ഇത് ദൈവം ഏറ്റെടുത്തു എന്ന് ഞാൻ വിശ്വസിക്കണം. ഇല്ലാതെ ഞാൻ കുറെ ദിവസമായി ഈ പരിപാടി തുടങ്ങിയിട്ട് കുമ്പിട്ട് എന്റെ ഊരവേദന കൂടി ചാമ്പ്യത്തൈലം തേക്കേണ്ടി വന്നത് നിസ്കരിച്ചിട്ട് എനിക്ക് എന്താ കിട്ടിയെന്ന് ചോദിക്കരുത്. ഞാൻ ഒരുപാട് മെഴുകുതിരി കത്തിച്ച് എന്റെ കാശ് കുറെ പോയി, ഇങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. ഞാൻ പറഞ്ഞത് ദൈവം കേട്ടു, അത് ദൈവം ഏറ്റെടുത്ത് കഴിഞ്ഞു, ഇനി ഞാൻ ചെയ്യാനുള്ളത് ചെയ്താൽ മതി. ഇങ്ങനെ ചിന്തിച്ചാൽ എല്ലാ പ്രോബ്ലം സോൾവ് ആകുന്നുണ്ടാവും. എന്തായാലും ഷാർപ്പൻ ദ സോ. ആൻഡ് ഫൈനലി ഇതിനകത്ത് വീണ്ടും ചർച്ചകൾ വരുന്നുണ്ട്. ഈ സാധനങ്ങൾ ഇൻഡിപെൻഡൻസ് ഉണ്ട്, ഡിപെൻഡൻസ് ഉണ്ട്, അതുപോലെ തന്നെ ഇന്റർ ഡിപെൻഡൻസ്, 3 കാറ്റഗറിയിൽ നമ്മുടെ 7 ഹാബിറ്റ്സ് വരുന്നുണ്ട്. അത് പിന്നെ ഒരിക്കൽ ഇന്റർപ്രിട്ടേഷൻ നമുക്ക് നടത്താൻ പറ്റുന്നുണ്ടാകും. വൺസ് അഗൈൻ ആ മുത്തുമാലകൾ ഡയമണ്ട് കോർത്തുകൊണ്ട് താങ്ക് യു വൺസ് അഗൈൻ. കേട്ടതിന്, എന്നെ ശ്രമിച്ചതിന്, ചില ആൾക്കാരെ സഹിച്ചതിന് നന്മകൾ നേരുന്നു. 2024 നിങ്ങൾക്ക് ബെസ്റ്റിൽ ബെസ്റ്റ് ഇയർ ആയിട്ട് മാറാൻ ദൈവം കനിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബാക്ക് ടു MC ആൻഡ് ഗോഡ് ബ്ലസ് ഓൾ ഓഫ് യു. താങ്ക് യു. താങ്ക് യു ഇസ്മായിൽ സാർ ഫോർ ദ വണ്ടർഫുൾ സെഷൻ. വളരെ മികച്ചൊരു സെഷനാണ് ഇസ്മായിൽ സാർ ഇന്ന് നമുക്ക് സമർപ്പിച്ചത്. നമുക്കറിയാം അദ്ദേഹത്തിന്റെ ഓരോ സെഷൻസും വരുന്ന സമയത്ത് ഇന്ന് എന്തായിരിക്കും അദ്ദേഹം സംസാരിക്കുന്നത് എന്നുള്ള ഒരു ക്യൂരിയോസിലാണ് നമ്മൾ ഓരോരുത്തരും തന്നെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുക. ഇന്ന് ഇസ്മായിൽ സാറ് നമുക്ക് 7 ഹാബിറ്റ്സ് വെച്ചുകൊണ്ട് നല്ലൊരു സെഷൻ നമുക്ക് കാഴ്ചവെച്ചു. പക്ഷെ ഇത് കേട്ടത് കൊണ്ടോ അല്ലെങ്കിൽ കണ്ടത് കൊണ്ടോ ഒരിക്കലും തന്നെ നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ സാധിക്കില്ല. ഇന്ന് പുതിയൊരു മാസമാണ്, പുതിയൊരു ദിവസമാണ്. ആൻഡ് ഓൾസോ ഇന്ന് ലാബേഴ്സ് ഡേ, നമ്മുടെ ഒരു ദിവസം കൂടിയാണ്, അധ്വാനിക്കുന്ന ആളുകളുടെ ദിവസമാണ് ഇന്ന്. അപ്പൊ നമ്മളുടെ ഹാബിറ്റ്സ് എല്ലാം ചേഞ്ച് ചെയ്തുകൊണ്ട് ഇസ്മായിൽ സാർ പറഞ്ഞ ആ പോയിന്റുകൾ, ഒരുപാട് പോയിന്റുകളുടെ മാലപ്പടക്കമാണ് ഇസ്മായിൽ സാർ നമുക്ക് വേണ്ടി പൊട്ടിച്ചത്. അപ്പൊ അതെല്ലാം ഏറ്റെടുത്തുകൊണ്ട് തന്റെ ഇന്ന് നമ്മൾ എവിടെ നിൽക്കുന്നു എന്നുള്ളത് കഴിഞ്ഞ ദിവസങ്ങളുടെ ശീലങ്ങളാണ് നമ്മൾ എത്തിച്ചു നിൽക്കുന്നത്. അപ്പൊ ഇന്നത്തെ ശീലങ്ങൾ മാറ്റാൻ നമ്മൾ തയ്യാറായാൽ നാളത്തെ ദിവസങ്ങൾ നമുക്ക് മനോഹരമാക്കാൻ സാധിക്കുന്നുണ്ടാവും. തീർച്ചയായിട്ടും അതെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഒരു ഹൈ പ്ലേസ് മീറ്റിംഗ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. Okay, wish you all the best and go success and win the diamond. Okay, thank you so much.